അപ്പോൾ സൈക്കാട്രിക് പ്രോബ്ലം ഉണ്ടെന്ന് പറയുന്ന നടിമാരോ നടന്മാരോ സയൻറ്റിസ്റ്റോ ഒക്കെ അത് പറയുമ്പോൾ അവർക്കത് ഉണ്ടല്ലോ എന്നിട്ട് അതുകൊണ്ട് സ്റ്റിഗ്മ കുറയും. പക്ഷേ ആ സ്റ്റിഗ്മ കുറയുന്നതിൽ ഏറ്റവും പ്രധാനം എന്താ പറയുക, ഇതൊന്നുമല്ല. ഐ ആം എൻ ADHD child, I was an ADHD child. ഇപ്പോഴത് എനിക്ക് ഐ ഹാവ് എ ഡിഫിക്കൽറ്റി ടു സസ്റ്റെയിൻ കോൺസെൻട്രേഷൻ ഫോർ എ ലോങ് പീരിയഡ് ഓഫ് ടൈം. ഇഫ് ദ ചൈൽഡ് കനോട്ട് ലേൺ ദ വേ യു ടീച്ച്, ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കൊച്ചിനെ പഠിച്ചെടുക്കാൻ പറ്റുന്നില്ല. യു ചേഞ്ച് ദ വേ യു ടീച്ച്, ഹി ഹാസ് ടു ലേൺ. അതുകൊണ്ടാണ് ഈ ഇതിനകത്ത് ട്രീറ്റ്മെൻറ്റ് ഇല്ല എന്ന് പറയുന്നത് ഭോഷ്കാണ്. ട്രീറ്റ്മെൻറ്റ് ഇവോൾവ് ചെയ്ത് വരികയാണ്, റിസർച്ച് നടക്കുകയാണ്. ബ്രെയിൻ വലുതായതുകൊണ്ട് കാര്യം എന്താ? അത് ഫംഗ്ഷൻ ചെയ്യേണ്ടവന്മാർ ഫംഗ്ഷൻ ചെയ്യണ്ടേ, ബാക്കിയുള്ളവർ പറിച്ചു കളയല്ലേ വേണ്ടേ? ആ പറിച്ചു കളയുന്ന പ്രോസസ്സ് ഉടൻ വരാൻ ചെയ്തു വിട്ടിരിക്കുന്നതാണ് ഒരു നാച്ചുറൽ പ്രോസസ്സസ് ഓഫ് പ്രൂണിങ്. OCD ഉള്ള കുട്ടികൾക്ക് OCD ട്രീറ്റ് ചെയ്താലേ ബാക്കിയുള്ള പ്രയാസങ്ങൾ കുറയും, പഠിത്തം ഇമ്പ്രൂവ് ചെയ്യും, ലേണിംഗ് ബെറ്റർ ആവുകയും ചെയ്യുള്ളൂ. അങ്ങനെയുള്ള കുട്ടികൾക്ക് സെൽഫ് എസ്റ്റീം നന്നായിട്ട് വരുള്ളൂ. സെൽഫ് എസ്റ്റീം വന്നില്ലെങ്കിൽ എന്ന് വെച്ചാൽ ഈ കുട്ടികൾക്ക് ഓപ്പോസിറ്റ് ഡിഫൈൻഡ് ഡിസോർഡർ ഉണ്ടാവാം. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് ഒരു ഡ്രഗ് നോക്കും. കാരണം ഇവർ റിസ്ക് ടേക്കിങ് ഭയങ്കര, നേരത്തെ പറഞ്ഞ ഇമ്പൾസീവാണ്, ഒരു റിസ്ക് ടേക്കേഴ്സാണ്. കാരണം എത്ര പക്കത്തിൽ കയറി ചാടിയാൽ കാലൊടിയെന്ന് അറിയാൻ മേല. അത് തെറ്റാണെന്ന് തെളിയിച്ച മാത്രമല്ല, ആ സ്റ്റഡി നടത്തിയ ആൾ ഫ്രോഡാണെന്ന് ലാൻസെറ്റ് തന്നെ പ്രൂവ് ചെയ്തതാണ്. All right, we are continuing this conversation on autism and other neurodevelopmental disorders in the mental health series on InFocus. Dr. Philip John is with us. Dr. Philip John ne kurichu njan ellam part 1 il parnittundu. So please do watch part 1. Right now, ee oru conversation is going to be primarily about ട്രീറ്റ്മെൻറ്റ് ഉണ്ടോ ഇല്ലയോ ഫോർ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡേഴ്സ്, ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡേഴ്സ്. ഇതിനെക്കുറിച്ചൊക്കെ വളരെ വിസ്തരിച്ച് സാറ് സംസാരിച്ചിട്ടുണ്ട് പാർട്ട് 1-ൽ. സോ പ്ലീസ് വാച്ച് പാർട്ട് 1. കമ്മിങ് ടു ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡേഴ്സ് ആൻഡ് അതർ ന്യൂറോ ഡെവലപ്മെൻറ്റ്, അതായത് ADHD, അതിനെക്കുറിച്ചൊക്കെ പല കോൺവെർസേഷൻസിലും ഞാൻ കേട്ടിട്ടുണ്ട്. ഇതിന് ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, ഇതിന് ട്രീറ്റ്മെൻറ്റ് ഇല്ല, എവിടെ ട്രീറ്റ് ചെയ്യാം, എങ്ങനെ ട്രീറ്റ് ചെയ്യാം, ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമോ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഒരു സ്പെക്ട്രം ഡിസോർഡർ എന്ന് പറയുന്നത് എല്ലാം ഒരു കുടക്കീഴിൽ വരുന്നത്. ഇതിൻ്റെ കാരണങ്ങൾ ഇറ്റിയോളജി ഷെയർഡാണ്, ഒരേപോലത്തെ കാരണങ്ങളാണ് കോശങ്ങൾക്കകത്ത് നടക്കുന്നത്. ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കുന്ന കോശങ്ങൾ നടക്കുന്നത്. ബ്രെയിനിൻ്റെ വിവിധ ഭാഗങ്ങൾ വിവിധ ഫങ്ഷൻസാണ് കൺട്രോൾ ചെയ്യുന്നത്. ലാംഗ്വേജ് ബ്രെയിനിൻ്റെ ഒരേ ഏരിയ എന്നാണ്, റീഡിങ് ആൻഡ് റൈറ്റിംഗ് വേറൊരു ഏരിയ എന്നാണ്, മ്യൂസിക്കും ആർട്ടും വേറൊരു ഏരിയ എന്നാണ്, സ്പോർട്സും ഗെയിംസും വേറൊരു ഏരിയ എന്നാണ്. ഇത് വിവിധ ഭാഗങ്ങൾ കൺട്രോൾ ചെയ്യുന്നെങ്കിൽ ഇതെല്ലാം കൂടെ കൂട്ടി ചോദിച്ചാലാണ് ഔട്ട്പുട്ട്, പ്രൊഡക്റ്റ് പുറത്തേക്ക് വരുള്ളൂ. ആ ഔട്ട്പുട്ട് വരുന്നതിന് ഉള്ള വിഷമങ്ങൾ ആയിരിക്കാം ഒരു പക്ഷേ ഈ ഡിസോർഡേഴ്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ഫോക്കസ് ചെയ്യുന്ന എപ്പോഴും ഈ കോശങ്ങളിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾക്ക്, കോശങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾക്കുണ്ടാകുന്ന കാര്യങ്ങൾക്ക്, ഔട്ട്പുട്ടിനുണ്ടാകുന്ന കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ഉണ്ടാവാം. പിന്നെ ഇതുകൊണ്ടുണ്ടാകുന്ന ഫിനോമിനോളജി, അതായത് പുറത്തേക്ക് കാണിക്കുന്ന പ്രയാസങ്ങൾ, ചില കുട്ടികൾക്ക് അഗ്രഷൻ ഉണ്ടാവാം, ചില കുട്ടികൾക്ക് കരച്ചിലുണ്ടാകാം, ചില ഓരോ പുറത്തേക്ക് കാണിക്കുന്ന പ്രയാസം എക്സ്പ്രഷൻസ്, അതിന് ട്രീറ്റ്മെൻറ്റ് ഉണ്ടാകും. പലപ്പോഴും നമ്മളിപ്പോൾ കാണുന്ന എവിടെ ചെന്നാലും ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ഡയഗ്നോസ് ചെയ്തിട്ട് എല്ലാത്തിനും റിസ്പിറോൺ എന്ന് പറയുന്ന മരുന്നുണ്ട്, എല്ലാ കുഞ്ഞുങ്ങൾക്കും അത് കൊടുക്കലാണ്. റിസ്പിറോൺ ഏതാണ്ട് ഓട്ടിസത്തിന് ട്രീറ്റ്മെൻറ്റ് മാതിരിയാണ് ഒരുപാട് പേര് കരുതുന്നത്. സൈക്കാട്രി പഠിക്കാത്ത ഒരുപാട് സ്പെഷ്യലിസ്റ്റും ഒരുപാട് ആൾക്കാരും റിസ്പിറോൺ എന്താണെന്ന് വെച്ചാൽ പ്രായം ആയവരിൽ അഡൽട്സിലൊക്കെ ഈ മേജർ ഇൽനെസ്സസ് ഒക്കെ ഉണ്ടാകുമ്പോൾ, പ്രത്യേകിച്ച് മേജർ സൈക്കാട്രിക് ഇൽനെസ് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന എക്സൈറ്റ്മെൻറ്റൊക്കെ ഒതുക്കാനായിട്ടും കൂടെ ഉൾപ്പെട്ടിട്ടുള്ള ഒരു മരുന്നുണ്ട്. അതിൻ്റെ തൊള്ളി മരുന്ന് ഉണ്ടാക്കിയിട്ടാണ് ഈ കുഞ്ഞുങ്ങൾക്ക് ഇത് കൊടുക്കുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങളെ ഒതുങ്ങിക്കോളും, പേരൻസ് ആർ ഹാപ്പി. പക്ഷേ അവർ ബ്രെയിനകത്ത് നടക്കുന്ന ഫംഗ്ഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടോ? കുട്ടികളുടെ പുറമേയുള്ള എക്സ്പ്രഷൻ, ഞാൻ നേരത്തെ പറഞ്ഞു 5 കാര്യങ്ങൾ പറഞ്ഞപ്പോൾ, ഷെയർഡ് ഈറ്റിയോളജിയാണ്, ഷെയർഡ് ജെനറ്റിക്സ് ആണ്, ഷെയർഡ് എപ്പിജനറ്റിക് മെക്കാനിസംസ് ആണ്. നമ്മൾ വളർത്തുന്നതിലുള്ള സാഹചര്യങ്ങൾ അത് വളരെ പ്രാധാന്യമുള്ളതാണ്. ഇൻട്രാസെല്ലുലർ ന്യൂറൽ ചേഞ്ചസ്, കെമിക്കൽ ചേഞ്ചസ് ആവശ്യമുള്ളതാണ്. അതിൻ്റെ അഭംഗി വരുമ്പോൾ അത് ഒരുപാട് സിംറ്റംസ് ഇതുപോലത്തെ ഉണ്ടാക്കി വയ്ക്കാം. ഇൻട്രാസെല്ലുലർ കണക്ടിവിറ്റി, കോശങ്ങൾ തമ്മിലുള്ള കണക്ടിവിറ്റി ഡിസ്റ്റർബ്ഡ് ആകുമ്പോൾ ഈ പ്രോബ്ലം ഉണ്ടാകാം. അപ്പോൾ എവിടെയാണ് ഈ പ്രോബ്ലം കിടക്കുന്നത്? ഇതെല്ലാം കൂടെ കൂടിയാണ്. അതിനനുസരിച്ച് നമുക്ക് ട്രീറ്റ്മെൻറ്റ് പോസിബിളാണ്. എന്ന് വെച്ച് ട്രീറ്റ്മെൻറ്റ് പോസിബിൾ നമുക്ക് മാറ്റാൻ പറ്റും. ഇത് ലൈഫ് ലോങ് ആണ്. ക്യൂറബിൾ ആണോ? ക്യൂറബിൾ അല്ല, പക്ഷേ നമുക്ക് ലൈഫ് ചേഞ്ച് ചെയ്യാം. പക്ഷേ ഈ ഓട്ടിസം കുട്ടികളുടെ കാര്യം പറയാം, ദേ ആർ ലോക്ക്ഡ് ഇൻ ചിൽഡ്രൻ. തലേ കിടക്കുക, അവരുടെ ആഗ്രഹങ്ങളോ വിഷമങ്ങളോ പ്രയാസങ്ങളോ ഡിസയേഴ്സോ പേടികളോ തലേ കിടക്കുക. പുറത്തേക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? വാക്കുകളില്ല. വേർബൽ പോയിട്ട് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ പോലും ഇല്ല. ആംഗ്യം കൊണ്ട് പോലും പലപ്പോഴും കാണിക്കാൻ പറ്റുന്നില്ല. വേദനയുണ്ട്, പക്ഷേ വേദന എവിടെയൊന്നും കാണിക്കാൻ പറ്റുന്നില്ല.
അമ്മ ക്ലിയർ അതുപോലും ചെയ്യാൻ പറ്റുന്നില്ല. ആ ലോക്ക്ഡിൻ ചിൽ നമുക്ക് ആ ലോക്ക്ഡിൻ എന്നുള്ള സിറ്റുവേഷൻ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ വേദനയുണ്ട് തൊണ്ടയിലാണെന്ന് പറയുമ്പോൾ കരയുമ്പോൾ അവരെ കാണിച്ചു കൊടുക്കാനോ വയറിലാണെന്ന് കാണിച്ചു കൊടുക്കാനോ സാധിച്ചു കഴിഞ്ഞാൽ എത്രമാത്രം വ്യത്യാസം ആലോചിക്കുക, എത്ര വ്യത്യാസം ഉണ്ടാവും ലൈഫിൽ ചേഞ്ച് ഫോർ ദം. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടാവണം. അതുകൊണ്ടാണ് ഈ ഇതിനകത്ത് ട്രീറ്റ്മെൻറ്റ് ഇല്ല എന്ന് പറയുന്നത് ഭോഷ്കാണ്. ട്രീറ്റ്മെൻറ്റ് ഇവോൾവ് ചെയ്ത് വരികയാണ്, റിസർച്ച് നടക്കുകയാണ്. ഇപ്പോൾ എൻ്റെ മകള് ഞാനിത് 2004 പറഞ്ഞു തുടങ്ങിയതാണ്. ഒബ്സസീവ് സിംറ്റംസ്, ഒബ്സസീവ് ട്രേറ്റ്സ്, ഒബ്സസീവ് ഡിസോർഡർ ഇൻ ചിൽഡ്രൻ ഡെവലപ്മെൻറ്റിലാണെന്ന് ഞാൻ 2004 ഞാൻ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതിന് മുമ്പേ നമുക്കിതൊരു എക്സ്പീരിയൻസ് ആണ്. അതായത് ഈ ഓട്ടിസം സ്പെക്ട്രം പോലെ തന്നെ മറ്റുള്ള ഈ സ്പെക്ട്രത്തിൽ പെടുന്ന മറ്റ് ന്യൂറോ ഡെവലപ്മെൻറ്റ് ഡിസോർഡേഴ്സ് ഉണ്ട്, അതിനകത്ത് ഇതുമുണ്ട്, കാണുന്നുണ്ട്. എൻ്റെ മകൾ ചെയ്തതാണ്. ജുവനൈൽ OCD ഇതിനകത്ത് പെട്ടെങ്കിൽ അതിന് ലോകമെമ്പാടും എന്താണ് ചെയ്തിരിക്കുന്ന ഒരു എത്തിനോട്ടാണ് ചെയ്തിരിക്കുന്നത് ആ തീസിസിനകത്ത്. അപ്പോൾ അതിനകത്ത് നമുക്ക് മനസ്സിലാകുന്ന ഇത് എല്ലാത്തിനകത്തും ട്രീറ്റ്മെൻ്റ് ഉണ്ട്, അത് ഇവോൾവിങ് ആണ്, അത്രയേ ഉള്ളൂ. അല്ല ട്രീറ്റ്മെൻറ്റ് ഇല്ല എന്ന് പറഞ്ഞു വരുന്ന ഒരു സിറ്റുവേഷൻ, തെറപ്പി മാത്രമേ ഉള്ളൂ. ട്രീറ്റ്മെന്റിന്റെ അപ്പോൾ 2-3 ഭാഗങ്ങൾ കാണും. ഒരു വശത്ത് മരുന്ന് കാണും, എല്ലാം കാണും, ഒരു വശത്ത് തെറപ്പി കാണും. ആബ്സല്യൂട്ട്ലി, ഇതെല്ലാം വേണം. ആബ്സല്യൂട്ട്ലി. അപ്പോൾ അതുകൊണ്ട് ഞാൻ കാരണം പറയാറുണ്ട്, സാധാരണ ഞാൻ പറയുന്നൊരു വലിയൊരു നല്ല ഉദാഹരണമല്ല, പക്ഷേ എന്നാൽ ഞാൻ പറയാതെ പോകുന്നത് ശരിയല്ല. ഞാനെപ്പോഴും പറയുന്നത് ലാംഗ്വേജും കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജും വളരെ ക്ലോസ്ലി ഇൻ്റർറിലേറ്റഡ് ആണ്. ലാംഗ്വേജിൽ നോൺ വെർബൽ ലാംഗ്വേജ് ഉണ്ട്, വെർബൽ ലാംഗ്വേജ് ഉണ്ട്. നേരത്തെ നമ്മൾ പാർട്ട് 1 നമ്മൾ സൂചിപ്പിച്ചു. ഈ ലാംഗ്വേജ് ഇല്ലാത്ത കുട്ടികൾക്ക് നമ്മൾ ലാംഗ്വേജ് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് എന്താ പലപ്പോഴും ചെയ്യുന്നത്? സ്പീച്ച് തെറാപ്പിയാണ് ചെയ്യുന്നത്. പെൻ പറഞ്ഞ് അത് പഠിപ്പിക്കും, ഫോൺ പറഞ്ഞ് അത് പഠിപ്പിക്കും. അപ്പോൾ ഫോൺ കാണുമ്പോൾ ചിലപ്പോൾ ഫോൺ പറഞ്ഞേക്കാം. അതല്ലല്ലോ ലാംഗ്വേജ്. ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ബ്രെയിനിനകത്ത് നടക്കുന്ന സെൻട്രൽ പ്രോസസ്സിങ്ങാണ്. Ctrl+S അടിച്ച് കഴിയുമ്പോൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം, Ctrl+S അടിച്ച് കഴിഞ്ഞാൽ നാച്ചുറലി അപ്പോൾ തന്നെ ഇൻസ്റ്റൻറ്റേനിയസ്ലി നമ്മുടെ മോണിറ്ററിലത് വ്യക്തമായിട്ട് കാണാം നമ്മൾ എന്താണ് സേവ് ചെയ്യാൻ കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ. പക്ഷേ Ctrl+S അടിക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന CPU-വിനകത്ത് പ്രോസസ്സർ Pentium 1 ആണെങ്കിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും, പ്രോസസ്സിങ് കറങ്ങിക്കൊണ്ടിരിക്കും, ഫങ്ഷൻ നടക്കുന്നില്ല. അപ്പോൾ നമുക്ക് മോണിറ്ററിൽ നമ്മൾ പ്രോഗ്രാം കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ ഈ Pentium 1 എന്നുള്ളത് CPU-യിൽ അപ്ഗ്രേഡ് ചെയ്യണം ടു Pentium 3 Pentium 4. അപ്പോഴല്ലേ Ctrl+S അടിച്ചാൽ അപ്പോൾ തന്നെ ഇതിൽ വരുള്ളൂ. അപ്പോൾ അപ്ഗ്രേഡേഷൻ എവിടെ വേണ്ടേ? CPU-നല്ലേ വേണ്ടേ? ഇൻസൈഡ് ദ ബ്രെയിൻ CPU-നല്ലേ വേണ്ടേ? അതിന് വരെ നമ്മൾ മോണിറ്റർ റിപ്പയർ ചെയ്തെന്നാൽ ശരിയാവോ? അപ്പോൾ ഇതെല്ലാം കൂടെ വേണ്ടേ? എന്നാൽ മോണിറ്റർ വേണ്ടേ? അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വലിയൊരു ഗ്യാപ്പ് കാണുന്നത്. കാരണം മെഡിക്കൽ ട്രീറ്റ്മെന്റ് നടക്കുന്നത് വളരെ കുറവാണ്. അത് ചെയ്യുന്നതിനും വളരെ കുറവ്. കാരണം മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിൽ പലരും പല സഹപ്രവർത്തനം ചെയ്യുന്നൊരു സംഗതി ഈ റെസ്പിറേറ്ററി ഡ്രോപ്സ് കൊടുക്കും. അപ്പോൾ കൊച്ചൊതുങ്ങി, സന്തോഷമായില്ലേ? പക്ഷേ കൊച്ചിൻ്റെ ഫങ്ഷൻസ് അതുകൊണ്ട് ഈ CPU അപ്ഗ്രേഡ് ചെയ്യപ്പെടുന്നുണ്ടോ? ഏത് പ്രായത്തിൽ ഡോക്ടറിൻ്റെ അടുത്ത് ഒരു കുട്ടി വന്നു കഴിഞ്ഞാൽ ഏറ്റവും ഫലപ്രദമായ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും, ഓർ ഹെൽപ്പ് ചെയ്യാൻ പറ്റും? ഏറ്റവും ഏർലിയസ്റ്റ് മാനേജ്മെൻറ്റ് നടക്കുന്ന ഏർലിയസ്റ്റ് റെക്കഗ്നേഷനിലാണ്. അപ്പോൾ ഇത് ഏർലിയസ്റ്റ് റെക്കഗ്നൈസ് ചെയ്യാൻ പക്ഷേ അതുപോലെ കൽപ്പുള്ള ആരെങ്കിലും വേണം. പേരൻസിന് പലപ്പോഴും തിരിച്ചറിയാൻ പറ്റുന്നില്ല, ടീച്ചേഴ്സിന് പറ്റുന്നില്ല, സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സിന് പറ്റുന്നില്ല. പലപ്പോഴും ക്ലിനിക്കൽ സൈക്കോളജി ലിസ്റ്റ് എഴുതി ടിക്ക് ചെയ്യുന്ന ബോക്സ് ഫില്ല് ചെയ്യുന്നവർക്ക് സാധിക്കുന്നില്ല. പലപ്പോഴും ഡോക്ടേഴ്സിന് തന്നെ വല്ല ഡിഫിക്കൽറ്റി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എക്സ്പീരിയൻസ് കൂടുന്നതോടെ അത് ആ എബിലിറ്റി ടു ഡയഗ്നോസ് കയറി വരും. അതുകൊണ്ട് നേരത്തെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് വൺ തിങ്. മറ്റൊന്ന്, നേരത്തെ ഡയഗ്നോസ് ചെയ്താലും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇട്ടിട്ട് പോകുന്ന ഒരുപാട് പേരാണ് കേരളത്തിലെ ചില ഭാഗങ്ങൾ അറിയാം. മരുന്നെന്ന് പറഞ്ഞാൽ കുരിശാണ്ട് യുദ്ധത്തിൻ്റെ മാതിരിയാണ്. മരുന്ന് കൊടുക്കുമെന്ന് പറഞ്ഞാൽ ഉടനെ ഇട്ടിട്ടോളും. ഇതെല്ലാം കൂടെ വേണ്ടേ? അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞാൽ ഡോക്ടർ വേണം, അതിനകത്ത് ഫാർമക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റ്, മരുന്നുകൾ ഉപയോഗിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് വേണം. ഏറ്റവും പ്രധാനമായിട്ട് ലാംഗ്വേജ് പെത്തോളജിസ്റ്റ് വേണം, സ്പീച്ച് തെറാപ്പിസ്റ്റ് അല്ല. ലാംഗ്വേജ് പെത്തോളജിസ്റ്റ് വേണം, സ്പീച്ച് തെറാപ്പി വേണം, സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് വേണം. അത് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ ആവശ്യകത ഉണ്ടാകുമായിരിക്കും, എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ദാറ്റ് ഈസ് എ പോസിബിലിറ്റി. ഇപ്പോൾ എല്ലാം കൂടെ കൂട്ടിൽ MDT മൾട്ടി ഡിസിപ്ലിനറി ടീമാണ് ഇതിനകത്തോട് വർക്ക് ചെയ്യുന്നത്. അത് സംശയമൊന്നുമില്ല. പക്ഷേ ഡോക്ടർ വേണ്ട, അതിന് മരുന്നില്ല, അതിന് ട്രീറ്റ്മെൻറ്റ് ഇല്ല എന്ന് പറഞ്ഞു വിടുന്നത് ശരിയല്ല. ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ മാത്രമായിട്ടല്ലാതെ അവതരിക്കാം. ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറുള്ള കുട്ടിക്ക് വേറെ ന്യൂറോ ഡെവലപ്മെൻറ്റ് ഡിസോർഡറും കോമോബിഡ് കൂടെ പിറക്കാം. അതായത് ADHD കൂടെ ഉണ്ടാവാം. ആ കുട്ടിക്ക് ചിലപ്പോൾ കേൾക്കാറുണ്ട്. അതിൻ്റെ കൂടെ ഏറ്റവും പ്രധാനമായിട്ട് അതിൻ്റെ കൂടെ ADHD കൂടെ ലാംഗ്വേജ് പ്രോബ്ലം ഉണ്ടാവാം. ഏറ്റവും പ്രധാനമായിട്ട് ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി ഉണ്ടാവാം. അത് കോമോർബിഡാണ്.
ചില കുട്ടികൾക്ക് സീസർ ഫിറ്റ്സ് ഉണ്ടാവാം. അപ്പോൾ ഈ ഫിറ്റ്സ് ഉണ്ടാകുകയും ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി ബുദ്ധിയുടെ വികാസം ഉണ്ടാക്കുന്ന ബ്രെയിനിൻ്റെ കോശങ്ങൾക്ക് ഒട്ടുമേ വികാസമില്ലെങ്കിൽ നമുക്ക് ബുദ്ധി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇത് ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി എന്നാണ് പറയുന്നത്. ഡിസബിലിറ്റി എന്ന് പറഞ്ഞാൽ ട്രീറ്റ്മെൻ്റ് ഇല്ല. നമ്മൾ ട്രീറ്റ് ചെയ്തിട്ട് ബുദ്ധി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ? ബാക്കിയുള്ള എല്ലാത്തിനും നമ്മൾ ഡിസോർഡറാണ് പറയുന്നത്. ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറാണ്, അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡറാണ്, ലേണിംഗ് ഡിസോർഡറാണ്, കമ്മ്യൂണിക്കേഷൻ ഡിസോർഡറാണ്, കോർഡിനേഷൻ ഡിസോർഡറാണ്, ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡറാണ്. Because there is some loophole where we can work, There are some areas where you can work and get improvement. അത് ചെയ്യാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? ഇതിന് ട്രീറ്റ്മെൻ്റ് ഇല്ല. പാടെ പറഞ്ഞേക്കല്ലേ. അപ്പോൾ ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ളിടത്താണ് ബാക്കിയുള്ള ഇഷ്യൂസ് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റാത്ത. എക്സലൻറ്റ്, ട്രൂ. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാട് വന്നു കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റിൻ്റെ പാറ്റേൺ തന്നെ മാറും. പക്ഷേ ഇത് ഏതിന് ട്രീറ്റ്മെൻ്റ് ഉണ്ടോ, എന്ത് ട്രീറ്റ്മെൻറ്റാണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നത് റെസ്പിറോൺ ഡ്രോപ്സ് കൊടുത്ത് മാത്രമല്ല എന്ന് മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. സാറിൻ്റെ ട്രീറ്റ്മെൻറ്റ് പ്ലാനിൽ ചിൽഡ്രൻ വിത്ത് ഓട്ടിസത്തിന് വേണ്ടി സാർ എന്താണ് മെഡിക്കേഷൻ കൊടുക്കുന്നത്? ഇഫ് നോട്ട് ദ നെയിം, ക്യാൻ യു ജസ്റ്റ് എക്സ്പ്ലെയിൻ വാട്ട് യു ആക്ച്വലി ഗിവ്? ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ ബ്രെയിനിൻ്റെ കോശങ്ങൾക്കകത്ത് നടക്കുന്ന ഫംഗ്ഷനകത്തും ബ്രെയിനിൻ്റെ കോശങ്ങളിൽ തമ്മിലുള്ള ഫംഗ്ഷനകത്തും അത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന മെഡിക്കേഷൻസ് ഉണ്ട്. ഞാനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് എഗോ അന്നേരമാണ് ഞാൻ മെഡിക്കേഷൻ്റെ ഒരു പ്രാഥമികമായിട്ട് ഓട്ടിസം സ്പെക്ട്രത്തിൽ ഞാൻ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയത്. ഡോക്ടർ എഹസാൻ മൂസ എന്നുമായിട്ട് പ്രൊഫസർ എഹസാൻ മൂസ ഇന്ന് വലിയൊരാൾ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ന്യൂറോളജിയുടെ പ്രൊഫസറായിരുന്നു. അദ്ദേഹം അന്നത്തെ കാലത്ത് കുട്ടികൾക്ക് വല്ല സൈക്കാട്രിക് പ്രോബ്ലം ഒക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു വിടാറുണ്ട്. അങ്ങനെ ഒരു കുട്ടിയെ എൻ്റെ അടുത്ത് വിട്ടു. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ടാവും. എൻ്റെ പേര് പറഞ്ഞ ശരിയാൽ നീതിമാൻ എന്നാണ് അതിൻ്റെ അറബിക് ട്രാൻസ്ലേഷൻ, അറബിയിൽ നിന്നുള്ള ട്രാൻസ്ലേഷൻ. പേര് പറഞ്ഞാൽ മനസ്സിലാവും. അവനിപ്പോൾ നല്ലൊരു പൊസിഷനിൽ ഇരിക്കുന്നുണ്ട്. അപ്പം അവനെ എൻ്റെ അടുത്ത് വിട്ടു. എന്താ വെച്ചാൽ ഇവന് ഓട്ടിസം ബാധിച്ച കുട്ടിയാണ്. വർത്തമാനം പറയാൻ പറ്റുന്നില്ല, ഒന്നും എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. അവൻ പക്ഷേ ഇടയ്ക്ക് ഭയങ്കര ഭയം വരും. ഭയം വന്നു കഴിഞ്ഞാൽ അവൻ്റെ അമ്മയെ കെട്ടിപ്പിടിച്ച് ചിലപ്പോൾ ഒന്ന് കരയും. അത് കഴിഞ്ഞിട്ട് കിടന്നുറങ്ങും. അവൻ എൻ്റെ അടുത്ത് വിട്ട് ഞാൻ അവൻ്റെ ഭാഗ്യത്തിനും എൻ്റെ കയ്യിൽ കൂട്ടപ്പെട്ടുള്ള തൗസൻഡ്സ് ഓഫ് കുട്ടികൾക്കും എനിക്കും എൻ്റെ ഭാഗ്യത്തിനും ഞാൻ എൻ്റെ കൺസൾട്ടേഷൻ എൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഇവന് ഭയം വന്നു. എൻ്റെ അമ്മയുടെ കയ്യിൽ കയറി വട്ടമിട്ട് പിടിച്ചു. ഇവന് ഭയം കാണിച്ചു. ഞാൻ നോക്കിയപ്പോൾ അവൻ്റെ വായിൽ നിന്ന് വെള്ളം ഊറുന്നുണ്ട്. അപ്പോൾ ഞാൻ അന്ന് ഓഫ്താൽമോസ്കോപ്പി ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിച്ചിരുന്ന കാലമാണ്. അത് ലൈറ്റ് അടിച്ച് നോക്കാൻ, ടോർച്ച് മാതിരി. ഞാൻ മുഴുവൻ ലൈറ്റ് അടിച്ച് നോക്കിയപ്പോൾ എൻ്റെ കണ്ണിൻ്റെ പ്യൂപ്പിൾസ് ഡയലേറ്റഡാണ്, അനങ്ങുന്നില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം ബോധാവസ്ഥയ്ക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അവനിത് കഴിഞ്ഞ് വായിൽ നിന്ന് വെള്ളം ഊറി. കുറച്ച് കഴിയുമ്പോൾ അവന് ഭയം കുറഞ്ഞു. അവന് അമ്മയുടെ കയ്യിൽ ചാഞ്ഞ് കിടന്നുറങ്ങി. ഇത് ഒരു ടൈപ്പ് ഓഫ് ഫിറ്റ്സ് ആണ്. കോംപ്ലക്സ് പാർഷ്യൽ സിസ്റ്റം ടൈപ്പ് ഓഫ് ഫിറ്റ്സ് ആണ്. ഞാനപ്പോൾ അതിന് സാധാരണ ഞാൻ പഠിച്ച നിമാൻസിൽ അന്ന് കൊടുത്തിരുന്ന വളരെ പോപ്പുലറായിട്ടുള്ള മരുന്നുണ്ട്. പക്ഷേ അത് കൊടുക്കുന്ന സൈഡ് എഫക്ട്സ് നോക്കി വേണം കൊടുക്കാനായിട്ട്. അങ്ങനെയുള്ള പ്രിക്കോഷൻസ് ഒക്കെ നമ്മൾ ചെയ്യേണ്ടതാണ്. പക്ഷേ ഞാൻ ആ മരുന്ന് സ്റ്റാർട്ട് ചെയ്ത് വിട്ടു. എന്തിനാണ്? ഇവൻ്റെ ഭയത്തിന്. ക്ലിയർ. ഞാൻ അന്ന് മൊബൈൽ ഫോണില്ലാത്ത കാലമാണ്. ഞാൻ ഒരു നോട്ട് എഴുതി പ്രൊഫസർ എഹ്സാന് കൊടുക്കാനായിട്ട് വിട്ടു. ഒരു 3-4 ആഴ്ച കഴിഞ്ഞപ്പോൾ അവൻ്റെ മദർ ഓടിക്കപ്പിടിച്ച് ഞങ്ങളുടെ പഴയ ക്ലിനിക്കിൽ അവിടെ വന്നിട്ട് പറഞ്ഞു, ഡോക്ടർ അവൻ എൻ്റെ മുഖത്ത് നോക്കി എന്നെ ഉമ്മാന്ന് വിളിച്ചു. യു അണ്ടർസ്റ്റാൻഡ്? ഇപ്പോൾ ഞാനോട് പറഞ്ഞിട്ട് ഇത് ഇലക്ട്രിക്കൽ സ്റ്റോം ഇൻ ദ ബ്രെയിനകത്ത്, അതുകൊണ്ടാണ് ഈ ഫിറ്റ്സ് ഉണ്ടാകുന്നത്. അതങ്ങ് കുറഞ്ഞപ്പോൾ അത് മാറിയപ്പോൾ പേര് പുറത്തേക്ക് വാക്ക് പുറത്തേക്ക് വരാൻ സാധിച്ചു. അതല്ല ഡോക്ടർ മരുന്നിന് എനിക്ക് ഏറ്റവും വഴിത്തിരിവായത് ആ അമ്മയുടെ സ്റ്റാൻഡാണ്. സോ വി കണ്ടിന്യൂഡ്. അത് കഴിഞ്ഞതിന് ശേഷം അവരുടെ ഫാമിലിയിലുള്ളൊരു പെൺകുട്ടി ലാംഗ്വേജിന് മാത്രമേ പ്രയാസം ഉണ്ടായിരുന്നുള്ളൂ. അത് അവളെ റെക്കഗ്നൈസ് ചെയ്തു. വർത്തമാനം പറയാൻ മാത്രമേ ഉള്ളൂ പ്രയാസം. ബാക്കിയെല്ലാം ഇവൻ്റെ മാതിരിയല്ല. അവള് വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ ഡിസോർഡർ മാത്രമേ ഉള്ളൂ. ലാംഗ്വേജ് ഇല്ല, സ്പീച്ച് ഇല്ല, രണ്ടും. കമ്മ്യൂണിക്കേഷൻ ഞാൻ പറയാം, ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ സ്പീച്ചുമായിട്ട് ടോട്ടലി വിഭിന്നമായിട്ട്. സ്പീച്ച് ഔട്ട്പുട്ട് മാത്രമാണ്, നമ്മുടെ മോണിറ്ററാണ്. ലാംഗ്വേജ് എന്ന് പറയുന്നത് CPU നടക്കുന്ന അതിന് ഡിഫിക്കൽട്ടാണ്. അപ്പോൾ നമ്മുടെ പ്രോബ്ലം എവിടെയാണ്? അപ്പോൾ ഞാൻ പുള്ളിക്കാരത്തി എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ ഈ മരുന്ന് ഇവന് കൊടുത്ത മരുന്ന് തന്നെ അവൾക്ക് കൊടുക്കട്ടെ എന്ന് ചോദിച്ചു. അവർ അങ്ങനെ കൊടുക്കാൻ പറ്റില്ല, കാരണം അത് അങ്ങനെ ഒരു ഇതില്ല. അപ്പോൾ ഓഫ് ലേബിൾ അന്ന് സാധാരണ നമ്മൾ അധികം യൂസ് ചെയ്യാറില്ല. ഫൈനലി ഏതായാലും ഞാൻ സമ്മതിച്ചു, കൊടുത്തു. 1 മാസം 2 മാസം 3 മാസം സംബന്ധിച്ച് 4 മാസമൊക്കെ ആയപ്പോഴത്തേക്കും ലാംഗ്വേജ് വന്നു തുടങ്ങി. ഇത് എത്ര വർഷം മുമ്പത്തെ കാര്യമായി സാർ? ഇത് ഇപ്പോൾ ഒരു 10-26 വർഷമായി. 26 വർഷമായി. അതിനുശേഷം ഞാനിത് ഉപയോഗിച്ച് തുടങ്ങി. അങ്ങനെ ഉപയോഗിച്ച് തുടങ്ങി കഴിഞ്ഞിട്ടാണ് പിന്നെ ഒരിക്കലും ഞാൻ ആലോചിച്ചു, ഞാൻ ഒരിക്കൽ ഒരു കൊച്ചിനെ കണ്ടതിന് ശേഷം ഭയങ്കര ഇൻസിസ്റ്റൻസ് ഓൺ സെയിംനെസ് ആണ്. ഒരു അനക്കം വന്നു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ മുമ്പേ പറഞ്ഞ റോഡ് മാറി ഓടിച്ചാൽ കരയുന്ന കുട്ടിയെ പോലെ അത്രയും
ഡിസ്ട്രസ്ഡ് ആയിട്ടുള്ളൊരു കുട്ടി എന്ത് ചേഞ്ച് വന്നാലും അവൻ്റെ ഒരു സാധനം ഇരിക്കുന്ന മാറിയാൽ മതി ഞങ്ങൾക്കറിയാം, അല്ലെങ്കിൽ ബഹളം ഉണ്ടാക്കുക, അല്ലെങ്കിൽ സാധനം വലിച്ചെറിയും. അപ്പോൾ അങ്ങനെ ഒരു കുട്ടിയെ കണ്ടപ്പോൾ ഞാൻ അതിന് കൊടുത്തത് ഈ ഒബ്സസീവ് ഡിസോർഡറിന് കൊടുക്കുന്ന ഒരു മരുന്നാണ്. ഞാനിന്ന് മിക്കവാറും എല്ലാ പ്രിസ്ക്രിപ്ഷനും സ്ഥിരമായിട്ട് എൻ്റെ കാണുന്നതാണ്. അത് കൊടുത്തു തുടങ്ങി. അപ്പോൾ അതും മറ്റേ മരുന്നുകൾ കൂട്ടി വെച്ചപ്പോൾ ഒബ്സസീവ് ഡിസോർഡർ ഇൻസിസ്റ്റൻ സെയിംനെസ് പറഞ്ഞ് നമ്മൾ 1, 2, 3 ട്രയഡ് ഓഫ് ഓട്ടിസം കഴിഞ്ഞ പാർട്ടിൽ സംസാരിച്ചില്ല, അതിൽ ട്രയഡിൽ ഒരു സിംറ്റത്തിനെ കംപ്ലീറ്റ് ആയിട്ട് മാനേജ് ചെയ്യാൻ എളുപ്പമായി. അപ്പോൾ അതും കൂടെ കൂട്ടിക്കൊടുത്തു. പിന്നെ എനിക്ക് മനസ്സിലായി, നമ്മൾ ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ശ്രദ്ധ പൂർണ്ണമായിട്ട് ഞാൻ സംസാരിക്കുന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ എനിക്ക് ഞാൻ സംസാരിക്കുന്നതിൻ്റെ ലാംഗ്വേജിൻ്റെ ക്വാളിറ്റി വ്യത്യാസപ്പെടും. അപ്പോൾ അതുകൊണ്ട് കോൺസെൻട്രേഷൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ADHD ഉപയോഗിക്കുന്ന സാധാരണയായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു മരുന്നുണ്ട്. അത് ലേശം ഒന്ന് കൊടുത്തു നോക്കി. അപ്പോൾ ആക്ച്വലി ലാംഗ്വേജിൻ്റെ കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്തു. സോ ഞാനിപ്പോൾ അതുകൊണ്ട് ഒരു 4 or 5 ഇതുപോലെ കഷായത്തിൻ്റെ പ്രിൻസിപ്പിളാണ്. എൻ്റെ തിരുമൽപ്പാടിൻ്റെ അടുത്ത് കേട്ടിട്ടുണ്ടാവും, ചാലക്കുടിയിൽ അദ്ദേഹത്തിന് സംസാരിച്ച് അദ്ദേഹം ആയുർവേദത്തിൻ്റെ ഒരു പ്രിൻസിപ്പിളിനെ പറ്റി പറഞ്ഞതാണ്. എല്ലാത്തിൽ നിന്നും കുറേശ്ശെയുള്ള ഇതെല്ലാം കൂടെ കൂടിച്ച് വരുമ്പോൾ അതിന് പെനൾട്ടിമേറ്റായിട്ട് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് അതിൻ്റെ എല്ലാം കൂടെ കൂടിയിട്ടുള്ളൊരു പ്രയോജനം, ആ സം ടോട്ടൽ ഇപ്പോൾ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊരു പോസിബിലിറ്റിയാണ്. അപ്പോൾ ഇതെല്ലാം ഞാൻ പറഞ്ഞത് അതിൻ്റെ കൂടെ, പക്ഷേ ഔട്ട്പുട്ട് ഉണ്ടാക്കാതെ പറ്റുമോ? ഔട്ട്പുട്ട് ഉണ്ടാക്കണമെങ്കിൽ എനിക്ക് ലാംഗ്വേജ് പെത്തോളജിസ്റ്റ് വേണം. ലാംഗ്വേജ് പെത്തോളജി ലാംഗ്വേജിൻ്റെ പെത്തോളജി. ഇപ്പോൾ BA SLP എന്ന് പറയുന്നതാണ് സ്പീച്ച് തെറാപ്പി. സ്പീച്ച് തെറാപ്പിയാണ് എല്ലാത്തിനും വിടുന്നത്. MA SLP എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ആ പ്രോസസ്സിംഗ് ആണ്. അതിൻ്റെ സ്പെസിഫിക് ആയിട്ട് ന്യൂറോ ബയോളജി ഉണ്ട്. അതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങി മനസ്സിലാക്കാവുന്ന ഒരാളാണ് ലാംഗ്വേജ്. അപ്പോൾ ലാംഗ്വേജ് പെത്തോളജി ചെയ്യുന്ന സ്പീച്ച് തെറാപ്പി ചെയ്യണം ഡെഫിനറ്റ് ആയിട്ടും. പക്ഷേ ഇതിൻ്റെ ഉൾക്കാഴ്ച വരുന്നവർ അവരാണ്. അപ്പോൾ ലാംഗ്വേജ് പെത്തോളജിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റും വേണം, സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് വേണം. ബേസിക്കലി അതാണ് വേണ്ടത് പ്രധാനമായിട്ടും. അല്ലാതെ ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നത് എന്താ, ഇപ്പോൾ സൈക്കാട്രിസ്റ്റിനെ കാണാൻ ആരും പോവില്ല. കാരണം സൈക്കാട്രിസ്റ്റിന് പോകാൻ തന്നെ വിഷമമല്ലേ. അപ്പോൾ ആൾക്കാരെന്ത് പോയായിരിക്കും? നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നമല്ലോ, വാട്ടില്ലാത്ത പീപ്പിൾ തിങ്ക്. അതുകൊണ്ട് അവരെന്ത് ചെയ്യും, പോയിട്ട് ഏതെങ്കിലും സെൻറ്ററിൽ പോവും, സൈക്കോളജിസ്റ്റ് ഉണ്ടാവും, അവിടെ നിന്ന് കുറേ ബോക്സസ് ടിക്ക് ചെയ്തിട്ട് ബോക്സസ് നോക്കും. 30 താഴെയാണെങ്കിൽ എത്ര, 30 താഴെയാണെങ്കിൽ ഇത്ര, 30 താഴെയാണെങ്കിൽ ഓട്ടിസം ഇല്ല, 30 മുകളിലാണെങ്കിൽ ഓട്ടിസം, 32 ആണെങ്കിൽ ഓട്ടിസം, 29 ആണെങ്കിൽ ഓട്ടിസം ഇല്ല, ഇങ്ങനെയൊക്കെ തീരുമാനിച്ച് ശരിയാവുമോ? അതുകൊണ്ടാണ് ക്ലിനിക്കൽ സിന്തസിസ് വേണം ഞാൻ പറഞ്ഞത്. എല്ലാം കൊണ്ട് കൂട്ടി വെച്ചിട്ടുള്ള മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച്, MDT. That brings us to other neurodevelopmental disorders. Right. Let's start with ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന, ആൻഡ് എസ്പെഷ്യലി ഇപ്പോൾ സോഷ്യൽ മീഡിയ അഡ്വൻറ്റിന് ശേഷം നമ്മൾ സംസാരിക്കുന്ന ADHD, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ, ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ, ADHD. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇന്ന് കുട്ടികളുടെ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ റെഫർ ചെയ്യപ്പെടുന്ന ഒരു ഡിസോർഡർ ADHD ആണ്. കാരണം നമ്മുടെ പിള്ളേരെയൊക്കെ നോക്കിയാൽ ഇങ്ങനെ പിരിപിരിപ്പിച്ചു നടക്കും. ഞാൻ ചിലർ എൻ്റെ ഒരു ഇമ്മീഡിയറ്റ് ഫാമിലി മെമ്പറിൻ്റെ കാര്യം ഞാനിപ്പം പറയും, കാലിനടിയിൽ വീൽസ് വെച്ച പോലെയാണ്, പിരിപിരിപ്പിച്ചു നടക്കും. ഇറ്റ്സ് സോ ഡിഫിക്കൽട്ട് ടു കൺട്രോൾ. അവർക്ക് ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ട്, ഹൈപ്പർ ആക്ടിവിറ്റി ഇല്ലാത്തൊരു ഗ്രൂപ്പുണ്ട്. അപ്പോൾ അറ്റൻഷൻ ഡെഫിസിറ്റ് ആണ് എൻ്റെ കോർ സിംറ്റം. ശ്രദ്ധയില്ല, ഏകാഗ്രതയില്ല. ഹൈപ്പർ ആക്റ്റീവ് ആവാം, അല്ലാതെ ആവാം. ഇൻഅറ്റൻഷൻ മാത്രമാവാം, ഹൈപ്പർ ആക്റ്റീവ് ഇൻഅറ്റൻഷൻ കൂടിയാവാം. ഇമ്പൾസിവിറ്റി മിക്കവാറും പേർക്ക് എല്ലാവർക്കും ഒരുപോലെ ഉണ്ടാകും. ഇമ്പൾസിവിറ്റി എന്ന് പറയുന്നത് എടുത്തിയാടി പറയുക, ഒരു കാര്യത്തിൽ തുടർച്ചയായിട്ട് നിൽക്കാൻ പറ്റില്ല, ഒന്ന് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത് പോവുക, ഇമ്പൾസീവാണ്. അപ്പോൾ ബേസിക്കലി അതുകൊണ്ട് ഇതെല്ലാം കൊണ്ട് ഉൾപ്പെട്ടുള്ളതാണ് ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള അല്ലെങ്കിൽ ഹൈപ്പർ ആക്ടിവിറ്റി ഇല്ലാത്ത അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡർ, ADD. അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡർ ഇന്ന് വളരെ കോമണാണ്. എന്താ കാരണം? ഇതുപോലെ തന്നെ നമ്മൾ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറിൻ്റെ പഴയ നമ്മൾ പാർട്ട് 1 പറഞ്ഞ പോലെ ആവാം. അതിൻ്റെ സോഷ്യൽ റിലീസ് ഫിനോമിനൻ ഉണ്ട്. മറ്റെങ്ങനെ വെച്ചാൽ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ 6ാം ക്ലാസ്സിലെ കണക്ക് ടീച്ചർ ക്ലാസ്സിൽ ഇങ്ങനെ ഇരുന്ന്, എൻ്റെ ജാന ടീച്ചർ ക്ലാസ്സിൽ ഇങ്ങനെ കുത്തിയിരുന്ന് പഠിച്ചോളും, ഒരു കുഴപ്പമില്ല. ഒച്ച വയ്ക്കേണ്ട, തല്ലണ്ട, കൊട്ടണ്ട, ബെഞ്ചിൽ എഴുന്നേപ്പിച്ച് നിർത്തേണ്ട, ഒന്നും വേണ്ട, ഗൗരവമായിട്ട് നിന്നാൽ മതി. അതായത് സ്ട്രക്ചേർഡ് എൻവയോൺമെൻറ്റ് സ്ട്രക്ചേർഡ് ആകുമ്പോൾ അറ്റൻഷൻ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കൺട്രോൾഡ് ആവും. പക്ഷേ എന്നാലും ഇതിൻ്റെ പ്രോബ്ലം എന്താ? ബ്രെയിനിനകത്ത് ഞാൻ പറഞ്ഞ പോലെ ശ്രദ്ധ, ഏകാഗ്രത, അടങ്ങിയിരിക്കാനുള്ള ദി എബിലിറ്റി ടു സസ്റ്റെയിൻ കോൺസെൻട്രേഷൻ ഫോർ ആൻ ആഡിക്വറ്റ് സ്പാൻ ഓഫ് ടൈം ടു ബി ഏബിൾ ടു കംപ്ലീറ്റ് ദ ലേണിംഗ് ഓഫ് എ ടാസ്ക്. ഒരു കാര്യം പഠിച്ചു തീരുന്നവരെ ശ്രദ്ധ, ഏകാഗ്രത തുടർച്ചയായിട്ട് പിടിച്ചു നിർത്താനുള്ള എബിലിറ്റി ഇല്ലായകയാണ് ADHD. നമ്മുടെ ഒരുപാട് കുട്ടികൾക്ക് ഇന്നില്ല. പുസ്തകം വായിക്കാനെങ്കിലും അപ്പുറത്ത് വെച്ച് കേട്ടാൽ ശ്രദ്ധ അങ്ങോട്ട് പോകും, വർത്താനം ശ്രദ്ധ അങ്ങോട്ട് പോകും, അടുക്കളയിൽ പാത്രം വാങ്ങി എന്താ ഉണ്ടാക്കുന്ന നോക്കാൻ പോകും, അതല്ലെങ്കിൽ അടുത്ത റൂമിൽ TV ഒരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ അപ്പോൾ അത് ശ്രദ്ധ അങ്ങോട്ട് പോകും, പഠിത്തത്തിൽ ഇരിക്കുന്നില്ല. ചില കുട്ടികൾ പിരിപിരിപ്പുള്ളവർ അവർ എഴുന്നേറ്റ് പോയി നോക്കും. പിരിപിരിപ്പില്ലാത്ത പെൺകുട്ടികൾ കൂടുതലും ഹൈപ്പർ ആക്ടിവിറ്റി ഇല്ലാത്തവരാണ്. അപ്പോൾ അവരിങ്ങനെ ആഫ്റ്റർ 10 years കുറഞ്ഞു വരും. പക്ഷേ വാട്ട് ഐ ആം സേയിങ് ഈസ്, അപ്പോൾ ശ്രദ്ധയില്ല, അപ്പോൾ എന്തോ ഒരു പഠന പ്രക്രിയ നടക്കുന്നില്ല.
7 to 10 മിനിറ്റ്സ് വാച്ചാൽ ടൈം ചെയ്യാം. 7 to 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇതൊരു മൈറ്റോകോൺട്രിയ, ബ്രെയിനകത്ത് കോശങ്ങൾക്ക് ഫ്യൂൽ ഉണ്ടാക്കി കൊടുക്കുന്ന, തന്നെയൊക്കെ പഠിച്ചു കാണും സ്കൂളിൽ. ഇത് ഫ്യൂൽ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഫാക്ടറി ഉണ്ട്, ERക്ക് ഫ്യൂൽ ഉണ്ടാക്കി കൊടുക്കുക, മൈറ്റോകോൺട്രിയ. ഇറ്റ്സ് എ പവർ ഹൗസ് ഓഫ് ദ സെൽ. അതിനകത്താണ് സർക്കുലേറ്റിംഗ് ബ്ലഡ് ഗ്ലൂക്കോസിൽ നിന്ന് അഡ്രോസിൻ ട്രൈഫോസ്ഫേറ്റിൽ നിന്ന് ഫ്യൂൽ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഗ്യാസ് തീർന്നു പോയാൽ ഉണ്ടാകുന്ന അനുഭവമാണ്. ഈ ഗ്യാസ് തീർന്നു പോകുന്നാൽ ഈ മൈറ്റോകോൺട്രിയയിൽ നിന്ന് കിട്ടുന്ന ഫ്യൂൽ തീർന്നു പോകുമ്പോഴത്തേക്കും ശ്രദ്ധ പോയി. ശ്രദ്ധ പിടിച്ചു നിർത്താനുള്ള കോശങ്ങൾക്ക് മൂപ്പില്ല. അവർക്ക് മൂപ്പില്ലാത്തതുകൊണ്ട് നമുക്ക് തുടർച്ചയായിട്ട് ഈ ഫ്യൂൽ കിട്ടുന്നില്ല. അപ്പോൾ ശ്രദ്ധ വിട്ടുപോയി, അപ്പോൾ അവർ പഠിത്തം പോയി. അപ്പോൾ നമ്മളൊരാൾ മൂക്കിന് താഴെ ഇരുത്തി ഗൗരവമായിട്ടിരുന്ന് പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഇരുന്ന് പഠിച്ചോളും. അയ്യോ, അത്ര എളുപ്പമായിരുന്നെങ്കിൽ എത്ര നല്ല. അല്ല, എളുപ്പമല്ല. പക്ഷെ അത് എന്താ അറിയുക, ഈ 5 to 10 മിനിറ്റ്സ് എന്നുള്ളത് അത് മാറി 10 to 20 മിനിറ്റ്സ് ആക്കാൻ പറ്റും. ഡോക്ടർ, ദാറ്റ് ഇസ് വാട്ട് ബ്രിങ്സ് മീ ടു ദ നെക്സ്റ്റ് വൺ, ഇറ്റ് ഇസ് ലേണിംഗ് ഡിസബിലിറ്റി. അതും കൂടി ഒന്ന് സാറിന് എക്സ്പ്ലെയിൻ. ഡിസബിലിറ്റി എന്നുള്ള തെറ്റായ, ലേണിംഗ് ഡിസബിലിറ്റി അല്ല, ലേണിംഗ് ഡിസോർഡർ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നത് ഒരു പാർലമെൻ്ററി യൂസേജാണ്. എന്താണെന്ന് വെച്ചാൽ ഈ ഡിസബിലിറ്റീസ് ആക്ട് വന്നപ്പോഴത്തേക്കും അതിനകത്ത് ഉൾപ്പെടുത്താൻ വേണ്ടി ഒരുപാട് NGOs ട്രൈ ചെയ്തതിൻ്റെ ഫലം അത്. കാരണം NGOs ആണല്ലോ ഈ ഇതുപോലത്തെ ഇത് റൺ ചെയ്യുന്നത് പലപ്പോഴും. ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറഞ്ഞൊരു കാര്യമേ ഇല്ലെന്നാണ് ഡോക്ടർ പറയുന്നത്. ഡിസോർഡറാണ്. ഓക്കെ, ഒരുപാട് വ്യത്യാസം വരുത്താൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞാൽ ബ്രെയിനിലെ ഒരു ഭാഗത്തു നിന്നാണ് റീഡിങ്, റൈറ്റിംഗ്, അരിത്മെറ്റിക്കും 3 hours കൺട്രോൾ ചെയ്യുന്നത്. തന്നെത്താൻ വായിക്കുമ്പോൾ തലേ കയറുന്നില്ല. അതേസമയം വായിച്ച് കേൾപ്പിച്ചാൽ അപ്പോൾ മനസ്സിലാവും. അപ്പോൾ റീഡിംഗ് ഇല്ല, റൈറ്റിംഗ് ഇല്ല. ഇത് കൺട്രോൾ ചെയ്യുന്ന ബ്രെയിനിനകത്തെ കോശങ്ങൾക്ക് മൂപ്പില്ലാത്തതുകൊണ്ട് ഇത് നടക്കുന്നില്ല. ചോദ്യോത്തരം പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നടക്കേണ്ടത് ബ്രെയിനിൽ വേറെ ഭാഗത്തു നിന്നാണ്. അപ്പോൾ അത് നടക്കുന്നില്ല. ദാറ്റ് ഇസ് എ ഡിഫിക്കൽട്ടി. അത് നടക്കാതെ വരുമ്പോൾ ശ്രദ്ധയില്ല, ഏകാഗ്രതയില്ല. അതും ഇതിൻ്റെ കൂടെ ഉള്ള ഈ കുട്ടികൾക്ക് ശ്രദ്ധയില്ല, ഏകാഗ്രതയില്ല, പഠിത്തത്തിൽ റീഡിങ് റൈറ്റിംഗ് നടക്കുന്നില്ല. മാർക്ക് കിട്ടുമോ? പക്ഷേ ഇന്നത് മാറുകയാണ്. കാരണം നമ്മളെ ഇന്നത്തെ ടെക്നോളജി മാറുന്നതോടുകൂടി നമുക്ക് റീഡിങ് റൈറ്റിംഗ് വലിയ കാര്യമില്ല. ഈ കുട്ടി അപ്പോൾ ഇഫ് ദ ചൈൽഡ് കനോട്ട് ലേൺ ദ വേ യു ടീച്ച്, ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കൊച്ചിനെ പഠിച്ചെടുക്കാൻ പറ്റുന്നില്ല. യു ചേഞ്ച് ദ വേ യു ടീച്ച്, ഹി ഹാസ് ടു ലേൺ. ഹൗ ഡു യു ചേഞ്ച് ദ വേ ഹി ഹാസ് ടു ലേൺ? അവനെ വീട്ടിൽ ഇരുത്തി വായിച്ച് കേൾപ്പിച്ച് കൊടുക്കുക, പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഓറൽ ടീച്ചിങ് പറഞ്ഞ് മനസ്സിലാക്കിയത് അവനെ കൊണ്ട് ഡിസ്കസ് ചെയ്യുക, എന്നിട്ട് പോയിൻ്റ് ആക്കുക, പോയിൻ്റ് എഴുതി പഠിപ്പിക്കുക, റെപ്പിറ്റേറ്റീവ് ലേണിംഗ്. ഇനിയിപ്പോൾ മോഡിയുടെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 കൊണ്ട് നടപ്പിലായി കിട്ടിക്കഴിഞ്ഞാൽ 8ാം ക്ലാസ് വരെ ഇതൊക്കെ ചെയ്താൽ മതി. അത് കഴിയുമ്പോൾ നമുക്ക് തൊഴിലധിഷ്ഠിതമായിട്ട് സ്കിൽ ബേസ്ഡ് എഡ്യൂക്കേഷൻ വരിക. That will change the face of our quality of education. I think, does it make a huge difference to children with disorders? Children with disorders, even children without disorders. Because നമ്മൾ എന്തുമാത്രം ടൈം എയും ബിയും ഡിയും കറക്റ്റ് ചെയ്യാൻ, ഈ കൊച്ചുങ്ങൾ ബി എക്ക് വരും ഡി എഴുതും, ഡിക്ക് വരും ബി എഴുതും, എന്തുമാത്രം ടൈം ഈ സ്പെല്ലിങ്ങിന് എഴുതി ചെയ്തു വിട്ടിത്തല്ലേ, എഴുതിച്ച് ഈ എല്ലാവരും ഇപ്പോൾ തെറാപ്പി സെൻറ്റേഴ്സ് നടക്കുന്നതാ, എഴുതിപ്പിക്കില്ല. എത്ര എഴുതിയാലും ഇപ്പോൾ ആബ്ഡിക്കേറ്റ് എന്ന് എഴുതി, ആബ്ഡിക്കേറ്റ് എന്ന് എഴുതി കഴിഞ്ഞാൽ അതിനകത്ത് ബി ഉണ്ട്, ഡി ഉണ്ട്. ആബ്ഡിക്കേറ്റ് എന്ന് എഴുതി കഴിഞ്ഞാൽ ബിയും ഡിയും ചിലപ്പോൾ അങ്ങോട്ട് തിരിഞ്ഞു പോകും. അവനെ കൊണ്ട് 10 പ്രാവശ്യം എഴുതി ചെയ്യാൻ 15ാമത്തെ പ്രാവശ്യം എഴുതി കറക്റ്റായിട്ട് എഴുതിയിട്ട് എഴുതാൻ മതി എന്ന് പറയും. 4 ദിവസം കഴിയുമ്പോൾ അവനോട് ആബ്ഡിക്കേറ്റ് ചെയ്യുമ്പോൾ അവൻ പഴയ വീണ്ടും തിരിച്ച് മറിച്ച് എഴുതും. അപ്പോൾ അവൻ എന്ത് നോക്കുക. അത് ടൈപ്പ് ചെയ്യാൻ പറഞ്ഞാൽ വേർഡ് പ്രോസസ്സിൽ ടൈപ്പ് ചെയ്യാലോ കമ്പ്യൂട്ടർ ടൈപ്പ് ചെയ്യാൻ യു നോട്ട് മേക്ക് എ മിസ്റ്റേക്ക്. അവനറിയാം എന്താണെന്ന്. കുറച്ചുകൂടെ കഴിയുമ്പോൾ വെച്ചാൽ ഹെഡ് ആൻഡ് ഹാൻഡ് സ്കിൽസ് മതി. ഇന്ന് ടെക്നോളജി ഈസ് സോ ഫാർ ഇമ്പ്രൂവ്. നമുക്ക് AI വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും ആവശ്യമില്ല. അതുകൊണ്ട് ബേസിക്കലി ഹെഡ് ആൻഡ് ഹാൻഡ് സ്കിൽസാണ്. ഇതെല്ലാം നേരത്തെ ഞാൻ പറഞ്ഞു വന്നപ്പോൾ എനിക്ക് ഡയഗ്രസ് ചെയ്ത് പോയതാണ്. നമുക്ക് റൈറ്റ് ബ്രെയിൻ, ലെഫ്റ്റ് ബ്രെയിൻ, 2 ബ്രെയിനുണ്ട്. ഇതെല്ലാം പൊതുവേ ലെഫ്റ്റ് ബ്രെയിനിൻ്റെ ഡിസ്ഫങ്ഷൻസാണ് ഞാൻ പറഞ്ഞ എല്ലാ ന്യൂറോ ഡെവലപ്മെൻറ്റ് ഡിസോർഡേഴ്സും കൂടുതലായിട്ടും. തീർത്ത് പറയാമല്ലോ, ഇത് സയൻറ്റിഫിക്കലി ടെക്നിക്കലി എക്സാക്റ്റ് അല്ല. പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ, ആൾക്ക് മനസ്സിലാക്കാൻ, അമ്മമാർക്ക് മനസ്സിലാക്കാൻ, ടീച്ചേഴ്സ് മനസ്സിലാക്കാൻ വളരെ ഇപ്പോൾ റൈറ്റ് ബ്രെയിൻ എടുക്കുകയാണ്. ഈ കുട്ടികളെയൊക്കെ നോക്കിക്കേ, അവർക്ക് ടെക്നിക്കായിട്ട് കാര്യങ്ങളെല്ലാം എടുക്കണം. കമ്പ്യൂട്ടറോ മൊബൈലോ റിമോട്ടോ ടെക്നോളജി വെച്ച കാര്യങ്ങളോ റിപ്പയറോ മെക്കാനിസോ. ഇപ്പോൾ എനിക്ക് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എന്നെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ ഞാൻ സൂചിപ്പിച്ചാണ്, ഞാൻ കേരളത്തിൽ ഫസ്റ്റ് റാങ്ക് മേടിച്ചതാണ്. 300-3000 അല്ല, 3 ലക്ഷം പിള്ളേരെ തലപ്പത്തിരുന്നതാണ്. പക്ഷേ എനിക്ക് ഇന്ന് ഫോണിൽ എന്തെങ്കിലും ടെക്നോളജി വെച്ച് കാര്യം ചെയ്യണമെങ്കിൽ ഞാൻ എൻ്റെ ക്ലിനിക്കിലെ അമലിനെ വിളിക്കണം. പറഞ്ഞ ശരി, ബേസിക്കലി എനിക്ക് ടെക്നോളജി വശമതാകുന്നില്ല. എന്തുകൊണ്ടാണ്? എൻ്റെ ആ ഭാഗം, ബ്രെയിനിൻ്റെ ആ ഭാഗം പ്രൊഫഷണൽ അല്ല. മ്യൂസിക്, ആർട്ട്, പെയിൻറ്റിങ്, ഡാൻസിങ്, ആക്ടിങ്, മിമിക്കിങ്, ഇതെല്ലാം റൈറ്റ് ബ്രെയിനിൽ നിന്ന് കൂടുതൽ വരുന്നതാണ്. There's a book written by Mike Trimble, chief of the Institute of Neurology in London. പുള്ളി പുസ്തകത്തിൽ സോൾ ഇൻ ദ മൈൻഡ് എന്ന ബുക്കിനകത്ത് ചോദിക്കുന്നതാണ്, വൈ ഡു യു ഗോ ടു ദി ഓപ്പറാസ് ടു ക്രൈ? ബിക്കോസ് മ്യൂസിക് ഈസ് സോ ക്ലോസ്ലി അസോസിയേറ്റഡ് ഇമോഷൻസ്. ദാറ്റ് ഈസ് കൺട്രോൾ ബൈ ദ റൈറ്റ് ബ്രെയിൻ. അതുകൊണ്ട് അത് ഉപയോഗിച്ച് നമ്മൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിനകത്ത് ഇതിന് മരുന്നുകളുണ്ട്. പക്ഷെ അതിനൊപ്പം
you try to mask the dysfunctions of reading, writing, spelling, arithmetic, etc. using the functions that you got in your right brain. മനസ്സിലായി? അതാണ്, that is the way in which you treat this. ഡോക്ടർ, ദിസ് വൺ ക്വസ്റ്റ്യൻ ദാറ്റ് ഐ നീഡ് ടു ആസ്ക്. പലപ്പോഴും ഓട്ടിസ്റ്റിക് കുട്ടികൾ പാട്ട് പാടാനും അല്ലെങ്കിൽ ജീനിയസസ് ആയിട്ടുള്ള കുറേ ഓട്ടിസ്റ്റിക് വ്യക്തികളുണ്ട് എന്നൊക്കെ പറയുന്ന കേൾക്കാറുണ്ട്. ഇത് തന്നെയാണ് കാരണം. They have specific skills in which they are good. പക്ഷെ എല്ലാവർക്കും അത് ഉണ്ടാവണമെന്നില്ല. അല്ലല്ല, എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. 7 skills എന്ന് പറയും. 7 skills. ഇപ്പോൾ എൻ്റെ ഒരു ASD കുട്ടിയാണ്, ഇപ്പോൾ ബോംബെയിലുണ്ട്. ഞങ്ങൾക്ക് എൻ്റെ വൺ ഓഫ് ദി ഏർലിയസ്റ്റ് ഇപ്പോഴും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ നന്നായിട്ട് പാട്ട് പാടും. അവനെ എത്ര പ്രാവശ്യം അവൻ്റെ എത്രയോ പാട്ടുകൾ യൂട്യൂബിൽ കിടക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് പാടും. അവന് പക്ഷേ മ്യൂസിക്കിൻ്റെ താളവും ലയവും ശ്രുതിയും രാഗവും വെച്ചിട്ടല്ല പാടുന്നത്. അതെല്ലാം കണക്ടിവിറ്റി വേണം. എസ് പി ബാലസുബ്രഹ്മണ്യത്തിൻ്റെ പാട്ട് നമുക്ക് ശരിക്ക് ശ്രവിച്ച് അതിനെ ആദരവോടെ നിന്ന് കേട്ട് അതിൽ ലയിക്കാൻ പറ്റണമെങ്കിൽ മ്യൂസിക്കിൻ്റെ താളവും ലയവും ശ്രുതിയും കൂടെ മനസ്സിലാക്കണം, രാഗം മനസ്സിലാവണം. ഇത് മനസ്സിലാക്കിയല്ല അവനിത് ചെയ്യുന്നത്. എനിക്ക് മാംഗ്ലൂരിൽ നിന്നൊരു പെൺകുട്ടിയുണ്ട്, ഖുറാൻ്റെ ആദ്യത്തെ തൊട്ട് ഒടുവിൽ വരെ വേണമെങ്കിൽ അവൾ പറയും. ആസ്പെർഗേഴ്സിൽ അങ്ങനെ ഉണ്ടാവാറുണ്ടോ? ആസ്പെക്ട്സ് ഉണ്ടാവാറുണ്ട്. പക്ഷെ അതിനകത്ത് ലിമിറ്റേഷൻ ഉണ്ട്. അവർക്ക് കോൺക്രീറ്റ് തിങ്കിങ് ആണ് ഒരുപാട് പേർക്ക്. കോൺക്രീറ്റ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിൽ കിട്ടി അത് പിടിച്ച് അത് ഒന്നെന്നുള്ളത് ഊതി വീർത്ത് 9 ആവും. അത് കണക്ട് ചെയ്ത് മറ്റൊന്നുമായിട്ട് കണക്ട് ചെയ്ത് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ആ ഇൻഫറൻസ് ഉണ്ടാക്കി അതിന് വ്യാഖ്യാനം ഉണ്ടാക്കിയത് അവതരിപ്പിച്ചാലേ അതിന് സയൻസിന് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. പക്ഷേ ദാറ്റ് ഈസ് ദെയർ ഇസ് നോ ഡൗട്ട്. സർ, അതിനകത്ത് കുറേ വേർഡ്സിനെ കുറിച്ച് എനിക്ക് ചോദിക്കണമായിരുന്നു. ആൻഡ് ഓൾസോ ദ മിത്സ് ആൻഡ് ദ മിസ് ഇൻഫർമേഷൻസ്. ഇപ്പോൾ പ്രൂണിങ് എന്ന് പറഞ്ഞൊരു വാക്ക് കേൾക്കാറുണ്ട് നമ്മൾ. വാട്ട് എക്സാക്ട്ലി ഈസ് പ്രൂണിങ്? ദാറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. ഈ ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡർ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം തന്നെ ന്യൂറോളജിക്കലായിട്ട് ന്യൂറോൺസിനകത്ത് ഡെവലപ്മെൻറ്റ് നടന്നിട്ടില്ല. നടക്കാതെ ഇരുന്നതിൻ്റെ അതിൻ്റെ അപാകതകളുണ്ട് കുറേ പ്രയാസങ്ങളുണ്ടാവണം. എന്തൊക്കെ പ്രയാസങ്ങൾ? ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ഉണ്ടാവണം, ASD ഉണ്ടാവണം, ADHD ഉണ്ടാവണം, ലാംഗ്വേജിൻ്റെ ഡിഫിക്കൽറ്റി ഉണ്ടാവണം, കമ്മ്യൂണിക്കേഷൻ ഡിസോർഡർ ഉണ്ടാവും. അതുകൊണ്ട് ലേണിംഗ് ഡിസോർഡർ ഉണ്ടാകുന്ന, റീഡിങ്ങും റൈറ്റിങ്ങും നടക്കുന്നില്ല, ബാക്കിയുള്ള ഒരു കുഴപ്പമില്ല. ഓബ്സസീവ് ഡിസോർഡർ ഉണ്ടാവണം, മോട്ടോർ കോർഡിനേഷൻസ് ഡിഫിക്കൽറ്റി ഉണ്ടാവണം, ബട്ടൺ ഇടാനും ഷൂ ലേസ് ചെയ്യാനും അങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടാവണം. അപ്പോൾ ഇതെല്ലാം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ബ്രെയിനിൻ്റെ കോശങ്ങൾക്കകത്ത് മര്യാദയ്ക്ക് വളരേണ്ടിയിരുന്ന ബ്രെയിൻ സെൽസ് വളർന്നില്ല. അവന്മാർ ചെയ്യുന്ന ഫങ്ഷൻസ് കൊണ്ട് നടത്തുന്നില്ല. എന്തുകൊണ്ടാണത്? ബിക്കോസ് ഈ ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റിനകത്ത് ഒരുപാട് പ്രോസസ്സുണ്ട്. അതിനകത്ത് ഒരു പ്രോസസ്സാണ് പ്രൂണിങ്. ഈ പ്രൂണിങ് എന്ന് പറഞ്ഞാൽ ബേബി ഈസ് ബോൺ വിത്ത് മേ ബി 300 ബില്യൺ നെർവ് സെൽസ്. 300 ബില്യൺ നെർവ് സെൽസ്. അതിനെ പ്രൂൺ ചെയ്ത് കൊച്ചാക്കി കുറച്ച് കൊണ്ടുവന്ന് ഒരു 100 ബില്യണൊക്കെ ആകുമ്പോഴത്തേക്കും കൊച്ചു മെച്ചുറാവും. അന്നേരം നിലനിൽക്കുന്ന ഫങ്ഷൻസാണ് പിന്നെ ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്നത്. അപ്പോൾ ഈ പ്രൂണിങ് നടക്കുന്ന പ്രാഥമികമായിട്ടും വളരുന്ന സ്റ്റേജിൽ ഡെവലപ്മെൻറ്റ് പീരീഡിൽ, പ്രത്യേകിച്ച് ഏർലി ഡെവലപ്മെൻറ്റ് പീരീഡ് നല്ലോണം പ്രൂണിങ് നടക്കുന്നതാണ്. എന്താ ഇപ്പോൾ പ്രൂണിങ് എന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ട് എനിക്ക് പലരോടും ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ളൊരു കാര്യമാണ്. നമ്മളിപ്പോൾ പഴയ കൃഷിക്കാരെ കേട്ടാൽ മനസ്സിലാവും. നെല്ല് വിതച്ച് കഴിഞ്ഞാൽ ഈ എല്ലാ നെല്ലും കൂടെ ഞാറായിട്ട് വളർന്നു വരും. നമ്മളൊരു 3 ആഴ്ച കഴിയുമ്പോൾ 10 ദിവസം കഴിയുമ്പോൾ ജോലിക്കാരെ ഇറക്കും. എന്നിട്ട് അവർ ഈ പച്ചപ്പ് കുറഞ്ഞ ഞാറെല്ലാം പറിച്ച് കളയും. നല്ല പച്ചയുള്ളവരെയൊക്കെ അവിടെ നിലനിർത്തും. അതിനാത് നമ്മൾ നാട്ടിൽ തെങ്ങ് നടുമ്പോൾ 20 അടി അകലത്തിൽ നടും. എന്നാൽ 10 അടി അകലത്തിൽ അത്രയും കൊണ്ട് തേങ്ങ ഉണ്ടാവില്ല. അപ്പോൾ ഫങ്ഷൻ നന്നായിട്ട് നടക്കണമെങ്കിൽ, റോബസ്റ്റായിട്ട് ഫങ്ഷൻ നടക്കണമെങ്കിൽ ഈ പ്രൂണിങ് വേണം. ആ പ്രോസസ്സാണ് പ്രൂണിങ്. അല്ല, പ്രൂണിങ് എന്ന് പറഞ്ഞാൽ ചിലർ പറയുന്ന പോലെ അത് നമ്മൾ ഗാർഡൻ വെട്ടി നിരപ്പാക്കുന്ന പോലെയുള്ള നിരപ്പാക്കലല്ല പ്രൂണിങ്. അതൊരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ്, ന്യൂറോ ബയോളജിക്കൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള ജനറ്റിക്കലി കൺട്രോൾഡ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. ഈ പ്രോസസ്സ് നടക്കുന്നില്ല. ഈ പ്രോസസ്സ് നടക്കാത്തതുകൊണ്ടാണ് ഈ ഓട്ടിസം ഉള്ള കുട്ടികൾക്ക് ഫോർ എക്സാമ്പിൾ 300 ബില്യൺ നെർവ് സെൽസ് ഉള്ള കുറയുന്നില്ല. അപ്പോൾ ഒരുപാട് പേര് പണ്ട് റിസർച്ചിൽ പറയാമെന്ന് തല വലുതായിരിക്കും, ബ്രെയിൻ അവരുടെ വലുതായിരിക്കുമെന്ന്. ബ്രെയിൻ വലുതായിരുന്നുണ്ട് കാര്യം എന്താ? അത് ഫങ്ഷൻ ചെയ്യേണ്ടവന്മാർ ഫങ്ഷൻ ചെയ്യേണ്ടേ, ബാക്കിയുള്ളവർ പറിച്ചു കളയല്ലേ വേണ്ടേ? ആ പറിച്ചു കളയുന്ന പ്രോസസ്സ് ഉടൻ വരാൻ ചെയ്തു വിട്ടിരിക്കുന്നതാണ് ഒരു നാച്ചുറൽ പ്രോസസ്സ് ഓഫ് പ്രൂണിങ്. അതാണ് പ്രൂണിങ് കൊണ്ട് ന്യൂറോ ബയോളജി നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ പുതിയ പല ടേംസ് ആർ ത്രോൺ അറൗണ്ട്. ഇപ്പോൾ സ്പെക്ട്രം, ന്യൂറോ ഡൈവേർജൻസ്, ന്യൂറോടിപ്പിക്കൽ ഡൈവേർജൻസ് അങ്ങനെ തന്നെ നമുക്ക് മനുഷ്യനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുമോ? നമ്മളൊക്കെ ന്യൂറോ ഡൈവേർജന്റ് അല്ല, ഞാൻ ന്യൂറോ ഡൈവേർജന്റ്.
ഇതെന്താണെന്നറിയോ, ഇത് ഒരു NGO ഡ്രിവണാണ് ഇത്. കാരണം ഓരോ NGOയ്ക്കും ഓരോ ഇൻറ്റൻഷനുണ്ട്. ആ ഇൻറ്റൻഷനകത്ത് ഒരെണ്ണം ഈ ഡീസ്റ്റിഗ്മറ്റൈസേഷൻ ഒരു വലിയ വാക്കുകൊണ്ട് വന്നിട്ടുണ്ട്. സ്റ്റിഗ്മറ്റൈസ് ആകുക. ഇപ്പോൾ മെൻ്റൽ ഇൽനെസ്സിന് സ്റ്റിഗ്മറ്റൈസ് ചെയ്യുന്ന വലിയ പ്രശ്നം അതാ. എനിക്ക് സൈക്കാട്രിക് പ്രോബ്ലം ഉണ്ടെന്ന് പറയാൻ എല്ലാവർക്കും വിഷമമായിരുന്നു. അപ്പോൾ സൈക്കാട്രിക് പ്രോബ്ലം ഉണ്ടെന്ന് പറയുന്ന നടിമാരോ നടന്മാരോ സയൻറ്റിസ്റ്റോ ഒക്കെ അത് പറയുമ്പോൾ അവർക്കത് ഉണ്ടല്ലോ എന്നിട്ട് അതുകൊണ്ട് സ്റ്റിഗ്മ കുറയും. പക്ഷേ ആ സ്റ്റിഗ്മ കുറയുന്നതിൽ ഏറ്റവും പ്രധാനം എന്താ പറയുക, ഇതൊന്നുമല്ല. സ്റ്റിഗ്മ കുറയുന്നതിന് ഇൻ്റലിജൻസ് ഉള്ള ആൾക്കാർ ഇതെന്താണെന്ന് മനസ്സിലാക്കലാണ് സ്റ്റിഗ്മ കുറയുന്നത്. ഡീസ്റ്റിഗ്മൈസേഷൻ സയൻറ്റിഫിക് ആയിട്ട് ഇതെന്താണെന്ന് മനസ്സിലാക്കലാണ്. അല്ലാതെ പേര് മാറ്റി പറഞ്ഞുകൊണ്ട് ഇഫ് യു കോൾ എ റോസ് ബൈ എനി അതർ നെയിം എന്ന് പറയുന്ന കാര്യം പേര് മാറ്റി പറഞ്ഞുകൊണ്ട് ഇതില്ലാതാകുന്നത്. പണ്ട് മെൻ്റലി സോ കോൾഡ് concepts that will remove the stigma. It doesn't. Is it used in the scientific fraternity? No. I mean, നമ്മൾ പറയണ്ട to indicate somebody who has got a neurodivergence. പക്ഷേ അത് ആ ബാക്ക്ഗ്രൗണ്ടിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലാതെ you don't set them into neurotypical adults and neurodivergent adults. You don't do that, You can't do that. Because as you said, you and I, we have, if you look at it carefully, there are so many, I am an ADHD child, I was an ADHD child. Ippozhudhu eniki I have a difficulty to sustain concentration for a long period of time. You don't look like one. I don't look like, because I am old. And again, that's a big thing. I am so old, I am ancient. അതുകൊണ്ടാണ്. പക്ഷേ കൊച്ചിലെ എനിക്ക് I still had a lot of difficulty. എന്നിട്ടും നമ്മൾ എന്തുകൊണ്ടാണ് എനിക്ക് സാധിച്ചത് ഞാനിപ്പം സാറിന് പറയാറില്ല. അതുകൊണ്ട് ഈ ന്യൂറോ ഡൈവേർജൻസ് എന്ന് പറയുന്ന സംഭവം ഉണ്ട്. നമ്മൾ അത് യൂസ്ഫുൾ ആക്കാൻ ഒരു കാര്യം ചെയ്യാവുന്നതാണ്. നമ്മൾ അത് വെച്ചിട്ട് അത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഈ ന്യൂറോ ടിപ്പിക്കിലേക്ക് കുറേ അടുക്കാൻ പറ്റുമെന്ന് ചിന്തിക്കാം. നമുക്ക് എല്ലാവർക്കും ചിന്തിക്കാവുന്ന. എനിക്ക് ഈ റാങ്ക് കിട്ടിയതൊക്കെ എൻ്റെ മിടുക്കൊന്നുമല്ല. എൻ്റെ അപ്പൻ അടുത്ത ആ പറമ്പിലെങ്ങാനുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും കുത്തിയിരുന്ന് പഠിക്കും. എൻ്റെ അപ്പൻ അടുത്ത മുറിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫിസിക്സ് പുസ്തകം അപ്പം തുറക്കും. ഞാൻ എല്ലാവരും പറയാനുള്ള യു അണ്ടർസ്റ്റാൻഡ്, ബിക്കോസ് ദാറ്റ് ഈസ് എ കൺട്രോൾ ദാറ്റ് ഈസ് എക്സസൈസ്ഡ് ബൈ യുവർ ഓൺ സെൽഫ്, ദ ചൈൽഡ് സെൽഫ്, വിതൗട്ട് പണിഷ്മെൻറ്റ്, ബൈ നോയിങ് ദാറ്റ് ദർ ഇസ് എ control mechanism that you have to develop. That is the control mechanism that you develop. ആ control mechanism വരുമ്പോൾ ഒരുപാട് ഡൈവേഴ്സസ് ടിപ്പിക്കാലിറ്റിക്ക് മാറേണ്ടതാണ് കൊച്ചിലെ, if it is during the developmental period. When I see a lot of social evils, ഇപ്പം പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട്, ഇപ്പം അഡിക്റ്റീവ് ബിഹേവിയേഴ്സ്, അത് ആൽക്കഹോൾ ആവാം, അല്ലെങ്കിൽ ഡ്രഗ്സ് ആവാം, അല്ലെങ്കിൽ അബ്യൂസീവ് ബിഹേവിയർ, ഡൊമസ്റ്റിക് അബ്യൂസിൻ്റെ എത്രയോ കേസസ് നമ്മൾ കേൾക്കുന്നു. ഇതിലൊക്കെ എന്തെങ്കിലും ഒരു കണക്ഷൻ ടു NDDO അല്ലാതെ എന്തെങ്കിലും അങ്ങനെ ഒരു റൂട്ട് കണക്ഷൻ കാണോ ദിസ് എക്സ്ട്രീം കൈൻഡ് ഓഫ് ബിഹേവിയേഴ്സ് ദാറ്റ് വി സീ? അത് ഒന്നും ഇല്ലെന്ന് പറയാം. കാരണം ഇത് കറക്റ്റ് സമയത്ത് അറ്റാക്ക് ചെയ്ത് അത് ട്രീറ്റ് ചെയ്ത് പോയില്ലെങ്കിൽ അത് വളർന്നു വന്ന് അത് വേറൊരു രീതിയിൽ അത് മാനിഫെസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇത് ഉണ്ടെന്നും ഇല്ലെന്നും പറയാം. നമ്മളത് എങ്ങനെ അതിനെ കാണുന്നു, ഏത് പ്രായത്തിൽ കാണുന്നു അനുസരിച്ചിട്ടിരിക്കും. ഇപ്പോൾ മൂഡ് ഡിസോർഡർ എന്ന സമയമുണ്ട്, ബൈപ്പോളാർ ഡിസോർഡർ കേട്ടോ. ബൈപ്പോളാർ ഡിസോർഡറിൽ 70% ഓഫ് ബൈപ്പോളാർ ഡിസോർഡർ ഇസ് യൂഷ്വലി അസോസിയേറ്റ് വിത്ത് സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡർ. അതിന് കള്ളുടിക്കോ അത് കാരണം അതെല്ലാം ഊന്നുവടികളാണ്. മൂഡ് വരുമ്പോൾ, ഡിപ്രഷൻ വരുമ്പോൾ ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാരും പിന്നെ അതായിട്ട് ഈ ഡ്രഗിൻ്റെ ബൈ വേർച്യൂ ഓഫ് ദ ഡ്രഗ് ഇറ്റ് സെൽഫ് അത് ഹാബിറ്റായി തീർന്നു, പിന്നെ അഡിക്റ്റീവ് ആകുന്ന. പക്ഷെ അതുപോലെയല്ല മറ്റ് ചില കാര്യങ്ങൾ ചെറുപ്പത്തിൽ നിന്ന് തുടങ്ങുന്നു. നമ്മുടെ ഒരുപാട് പിള്ളേരുടെ കുഴപ്പമില്ല. ഈ മൂഡ് ഡിസോർഡർ പോലെ തന്നെ കൊച്ചിലെ നമുക്ക് ഇഫ് യു ആർ ഏബിൾ ടു ഐഡൻറ്റിഫൈ NDD, ന്യൂറോ ഡെവലപ്മെൻറ്റ് ഡിസോർഡർ, ഒരുപാട് നെഗറ്റീവ് ബിഹേവിയർ ഡെവലപ്മെൻറ്റ് തടുക്കാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞത് ഞാനിതൊരു സ്പെക്ട്രമായിട്ട് ഞാൻ എന്താണെന്ന് വെച്ചാൽ 10-20 വർഷം തൊട്ട് ഞാൻ ഇതിനെപ്പറ്റി സംസാരിക്കുന്നതാണ്. സ്പെക്ട്രമായിട്ട് കാണുന്നതിൻ്റെ കാര്യം വെച്ചാൽ ഇഫ് യു ട്രീറ്റ് വൺ യു ആർ ഓൾസോ ട്രീറ്റിംഗ് ദ അതർ. ADHD കുറഞ്ഞു കഴിഞ്ഞാൽ ഈ ലേണിംഗ് ഡിസോർഡർ കുറയും. OCD ഉള്ള കുട്ടികൾക്ക് OCD ട്രീറ്റ് ചെയ്താലേ ബാക്കിയുള്ള പ്രയാസങ്ങൾ കുറയും, പഠിത്തം ഇമ്പ്രൂവ് ചെയ്യും, ലേണിംഗ് ബെറ്റർ ആവുകയും ചെയ്യുള്ളൂ. അങ്ങനെയുള്ള കുട്ടികൾക്ക് സെൽഫ് എസ്റ്റീം നന്നായിട്ട് വരുള്ളൂ. സെൽഫ് എസ്റ്റീം വന്നില്ലെങ്കിൽ എന്ന് വെച്ചാൽ ഈ കുട്ടികൾക്ക് ഓപ്പോസിറ്റ് ഡിഫൈൻ ഡിസോർഡർ ഉണ്ടാവാം. തിരിച്ച് പറയുക, തർക്കത്തരം പറയുക, നിഷേധം കാണിക്കുക, ചെയ്യാൻ പറഞ്ഞ കാര്യം ചെയ്യാതിരിക്കുക, ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യം കയറി ചെയ്യുക. അങ്ങനെയുള്ള കുട്ടികൾ എന്ത് പറ്റും? അങ്ങനെയുള്ള കുട്ടികൾ ദേ സ്ലോലി ഡീവിയേറ്റ് ഫ്രം ദെയർ പ്രൈമറി ഒബ്ജക്റ്റ് ഓഫ് ഗോയിങ് ടു സ്കൂൾ വിച്ച് ഇസ് ആക്ച്വലി സ്റ്റഡിങ്. അതിൽ നിന്ന് മാറിയിട്ട് കുരുത്തക്കേട് കാണിക്കാൻ തുടങ്ങും. അപ്പോൾ അവർക്ക് അതിൽ നിന്ന് ഒരുപാട് എൻജോയ്മെൻറ്റ് കിട്ടും. കാരണം ഒരുപാട് കുട്ടികൾ ഇതുപോലത്തെ വേറെ പിള്ളേരുണ്ട്, അമ്മയിലോടെ എൻകറേജ് ചെയ്യും, ഒന്നുകിൽ ഇവനെ കൊണ്ട് ചെയ്യിച്ച് ഇവനെ കൂട്ടത്തിലാക്കും. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് ഒരു ഡ്രഗ് നോക്കും. കാരണം ഇവർ റിസ്ക് ടേക്കിങ് ഭയങ്കര, നേരത്തെ പറഞ്ഞു ഇമ്പൾസീവാണ്, ഒരു റിസ്ക് ടേക്കേഴ്സാണ്.
കാരണം എത്ര പക്കത്തിൽ കയറി ചാടിയാൽ കാലൊടിയെന്ന് അറിയാൻ മേല. ആ ഒരു വിവേചനം ഇല്ലാത്ത കുട്ടികളാണ്. അതുകൊണ്ട് അവർ റിസ്ക് ടേക്കിംഗ് ബിഹേവിയറിലേക്ക് പോകും. അതുപോലെ തന്നെ പറയുന്നതാണ് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ്. വളരെ ഡിഫിക്കൽട്ടാണ് അത്. ഇതിൻ്റെ വേറൊരു വശമാണ് പേഴ്സണാലിറ്റി ഡിസോർഡർ. അതിനകത്ത് ഇത് ജെനറ്റിക്സ് ഉണ്ട്. പേഴ്സണാലിറ്റി ജെനറ്റിക്സ്, എപ്പിജെനറ്റിക്സ് നമ്മൾ എങ്ങനെ വളർത്തും എന്നുള്ളതുണ്ട്. ഇന്നത്തെ തലമുറയുടെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തെല്ലാം വരും. നമുക്ക് ജെനറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളെ അതിന് എപ്പി മീൻസ് ഓൺ ടോപ്പ്, യു സിറ്റ് ഓൺ ടോപ്പ് ഓഫ് ദ ജീൻസ് ആൻഡ് ചേഞ്ച് ദം. യു ക്യാൻ ബൈ അതായത് ജീൻ എൻവയോൺമെൻറ്റ് ഇൻട്രാക്ഷൻ ആണത്. ആ എൻവയോൺമെൻറ്റ് നമ്മൾ നന്നായിട്ട് കൊടുത്തില്ലെങ്കിൽ എന്ത് പറ്റും? വീട്ടിൽ അപ്പനും അമ്മയോട് രണ്ട് കാര്യങ്ങൾ മതി പിള്ളേരെ നന്നാക്കാനായിട്ട്. ആ എൻവയോൺമെൻറ്റ് നന്നാക്കുക, എപ്പിജെനറ്റിക്സ് മര്യാദയ്ക്കാക്കുക. ഒരു ഇതിൽ പറഞ്ഞാൽ എന്താണത്? അപ്പൻ ഒന്ന് പറയും, അമ്മ വേറൊന്ന് പറയുന്ന പേരൻറ്റിൽ അണ്ടർമൈനിങ് ഉണ്ട് ഒരുപാട് വീടുകളിൽ. കാരണം ഉടക്കാണല്ലോ പ്രധാന ശൈലി. കാരണം ഈക്വാലിറ്റിയാണ്, ഉടക്കാണ്. അപ്പോൾ എന്ത് പറ്റും? പേരൻറ്റിൽ അണ്ടർമൈനിങ് ഉണ്ടാവും. അപ്പോൾ കുട്ടിയെ സംബന്ധിച്ചാലും രണ്ടുപേരും 2 യൂണിറ്റായിട്ടാണ് നിൽക്കുന്നത്. ഒരു യൂണിറ്റായിട്ട്, സിംഗിൾ യൂണിറ്റായിട്ട്, യൂണിറ്ററി ആയിട്ടുള്ള പേരൻറ്റിങ് നേച്ചർ ഉണ്ടായാൽ ഇറ്റ് വിൽ മേക്ക് എ ലോട്ട് ഓഫ് ചേഞ്ച് ഫോർ ദ കൺട്രോൾ മെക്കാനിസം വിത്തിൻ ദ ചൈൽഡ് ആസ് ഈസ് ഗ്രോയിങ് അപ്പ്. 2 പേരൻറ്റിൽ ഡബിൾ ബൈൻഡാണ്. നമ്മൾ ഒരുപാട് പേരൊക്കെ ഉള്ള നോ പറയും, ചാടിക്കറി നോ പറയാം. ഒരുപാട് പേരാണ് ചാടിക്കറി, ഇമ്പൾസായിട്ട് പറ്റില്ല, നോ ചെയ്യണ്ട, പോരണ്ട പറഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ചങ്കുവേന എടുക്കും, എന്നിട്ട് പോയി ചെയ്ത് കൊടുക്കും. പേരൻറ്റൽ ഡബിൾ ബൈൻഡ്. ഇത് രണ്ടും മാറ്റിക്കഴിഞ്ഞാൽ എ ലോട്ട് ഓഫ് ഫാമിലീസ് ക്യാൻ ആക്ച്വലി ക്രിയേറ്റ് ചിൽഡ്രൻ ഹു ഹാവ് ബെറ്റർ കൺട്രോൾ ഓൺ ദം ഇൻസ്പൈറ്റ് ഓഫ് ദർ ADHD, ഇൻസ്പൈറ്റ് ഓഫ് ദർ OCD. ഏറ്റവും കൂടുതൽ ഹെറിറ്റബിൾ ആയിട്ടുള്ളൊരു ഡിസോർഡറാണ് സൈക്കാട്രിയിൽ ASD, ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ. ദെയർസ് നോ ഡൗട്ട്. അതുപോലെ തന്നെയാണ് OCDയും ഹ്യൂജ്ലി ജനറ്റിക് ഇൻഫ്ലുവൻസ് ഉള്ളതാണ്. അതുപോലെ തന്നെ ADHDയും ഹ്യൂജ് ജനറ്റിക് ഇൻഫ്ലുവൻസ് ഉള്ളതാണ്. അതുപോലെ തന്നെ ലാംഗ്വേജിൻ്റെ പ്രോബ്ലംസും. അപ്പോൾ ഇതെല്ലാം ഹ്യൂജ് ജനറ്റിക് ഇൻഫ്ലുവൻസ് ഉള്ളത്. അതുകൊണ്ടാണ് ന്യൂറോ ഡെവലപ്മെൻറ്റിനകത്ത് അവന്മാരകത്തിരുന്നുകൊണ്ട് ഈ ജീൻസ് ഇങ്ങനെ കളിക്കുക. അപ്പോൾ ആ കളി നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ ഏർലി ഇൻ്റർവെൻഷൻ പോസിബിൾ ആവും. ഏർലി ഇൻ്റർവെൻഷനകത്ത് ഞാൻ പറഞ്ഞില്ലേ മൾട്ടി ഡിസിപ്ലിനറി ആയിട്ട് ചെയ്യാൻ പറ്റണം. പക്ഷേ ഞാൻ വീണ്ടും ഊന്നി പറയുകയാണ്, ഇതിൻ്റെ ഡയഗ്നോസിസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ഡയഗ്നോസിസ് ടേബിളിലൊരു ഐ കോൾ ദ പേപ്പർ പെൻസിൽ ഡയഗ്നോസിസ്. ഒരു പേപ്പർ കൊടുക്കുക, അതിനകത്ത് കുറേ ചോദ്യങ്ങളുണ്ടാവും, അതിനനുസരിച്ച് കുറേ ബോക്സസ് ടിക്ക് ചെയ്യുക. ഇതായി ഡയഗ്നോസിസ്. ബിക്കോസ് ഇതെന്താണെന്ന് ശരിയായിട്ടുള്ള പഠനം ഉണ്ടാകുന്ന സൈക്കാട്രി സ്പെഷ്യാലിറ്റിയിൽ മാത്രമാണ്. അതുകൊണ്ടാണ് DM ചൈൽഡ് സൈക്കാട്രി കൊടുത്തിരിക്കുന്നത് ചൈൽഡ് സൈക്കാട്രിയിലാണ്. അതുകൊണ്ട് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് പക്ഷേ അത് പഠിച്ചെടുക്കാത്ത ഒരുപാട് സൈക്കാട്രിസ്റ്റ് ഉണ്ട്. എന്ന് ഞാൻ ആരെയും കുറ്റം പറയുന്നതല്ല. ഇതിനകത്ത് എന്തെങ്കിലും മാൽ പ്രാക്ടീസസ് റിഗാർഡിങ് ഫുഡ്, ഡയറ്റ്, മെഡിസിൻസ്, എന്തെങ്കിലും ഡോക്ടർ എന്തെങ്കിലും മിത്സ്, മിസ്ഇൻഫർമേഷൻ കണ്ടിട്ടുണ്ടോ? എൻ്റെ ദൈവമേ, ഞാനിപ്പോൾ പറഞ്ഞു മടുത്ത് ട്രംപ് വന്നേ പിന്നെ എന്താ അറിയുക, ഈ ട്രംപിനൊരു സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഉണ്ട്, സെക്രട്ടറി ഓഫ് ഹെൽത്ത് ഉണ്ട്, അറിയാലോ, കെന്നഡിയുടെ പ്രോബ്ലം എന്ന് വെച്ചാൽ കെന്നഡിക്ക് ഈ ഐദർ ബ്ലാക്ക് ഓർ വൈറ്റാണ്. പുള്ളിക്ക് അഡാപ്റ്റേഷൻ ഇല്ല. ഇത് ശരി, ഇത് തെറ്റ്, അതിനപ്പുറമൊന്നുമില്ല. അങ്ങനെ വന്നു കഴിയുമ്പോൾ പുള്ളി പണ്ട് തൊട്ടേ പറഞ്ഞിരുന്നതാണ് വാക്സിൻസിനെതിരാണ്. ഓക്കെ, ഇന്ന് വാക്സിൻസ് കൊണ്ട് മില്യൺസ് ഓഫ് ലൈഫ്സാണ് ശരിക്കും അതിനെ രക്ഷപ്പെട്ടിട്ടുള്ളത്. നമ്മൾ പോളിയോ തന്നെ ആലോചിച്ച് നോക്കാം. നമ്മൾ ഓരോന്ന് പറയുമ്പോഴും വാക്സിൻസ് ആണ്, MMR ആണ് ഇവന്മാർ കൊണ്ടുവന്നതിൻ്റെ സാധനം. പണ്ട് തൊട്ട് ഞാൻ പഠിക്കുന്ന കാലത്ത് MMR വാക്സിനേഷനാണ് ഇത് കുട്ടിക്ക് എടുത്തു കഴിഞ്ഞാൽ ഓട്ടിസത്തിൻ്റെ സാധ്യത കൂടുതലാണെന്ന് പറയുമായിരുന്നു. അത് തെറ്റാണെന്ന് തെളിയിച്ച് മാത്രമല്ല, ആ സ്റ്റഡി നടത്തിയ ആൾ ഫ്രോഡാണെന്ന് ലാൻസെറ്റ് തന്നെ പ്രൂവ് ചെയ്തതാണ്. എന്നിട്ടാണ് പിന്നെയും പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നത് ഇപ്പോൾ ട്രംപ് വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞാൽ ASD ഉണ്ടാകുന്നത് തെറ്റ്. 2 പാരസെറ്റമോൾ. ഇമാജിൻ, ഇങ്ങനൊരു പ്രശ്നം വന്നപ്പോൾ അതിനെ ഊന്നിയിട്ട് പല സ്റ്റഡീസ് നടന്നിട്ടുള്ളതാണ്. ഇതിനപ്പുറം ഇപ്പുറം പറയുമ്പോൾ ഒരുപാട് സ്റ്റഡീസുണ്ട്. പക്ഷേ എവിഡൻസ് കറക്റ്റായിട്ട് ശേഖരിച്ച് അതിനെ കറക്റ്റായിട്ട് ഇൻ്റർപ്രിറ്റ് ചെയ്ത് കോസ് എഫക്റ്റ് റിലേഷൻഷിപ്പ് പ്രൂവ് ചെയ്ത ഒരു സ്റ്റഡി പോലും ടൈലിനോളിനെ പറ്റി, പാരസെറ്റമോളിനെ, അസിറ്റമിനോഫിനെ പറ്റി ഇല്ല. അപ്പോൾ അങ്ങനെ തെറ്റിദ്ധാരണ മിഥ്യയാണ്. നമ്മുടെ നാട്ടിലൊക്കെ നമ്മുടെ ഈ കൂണ് പോലെ മുളച്ചിട്ടുള്ള ഓട്ടിസം സെൻറ്റേഴ്സിലൊക്കെ ഉള്ള സ്ഥിരം പരിപാടിയാണ് ഡയറ്റ്. ഗ്ലൂട്ടൻ ഫ്രീ ഡയറ്റ്. $2.5 ബില്യൺ സെയിലാണ് ഗ്ലൂട്ടൻ ഫ്രീ ഡയറ്റ് നടന്നിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഒരു രാജ്യത്ത് മാത്രം. Can you imagine? Gluten free diet. Another fad. There is no scientific study to show that having gluten produces or increases or cures, or not having gluten cures. Casein free diet, milk and milk products കൊടുക്കില്ല. ചോക്ലേറ്റ് ഫ്രീ ഡയറ്റ്, ഇതെല്ലാം നല്ലതാണ്. നമുക്ക് നല്ലതല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പോൾ വറുത്തത്, വലത്തിയത്, പൊരിച്ചത്, മധുരമുള്ളത്, ബേക്കറി സാധനങ്ങൾ, സ്വീറ്റ്സ്, ചോക്ലേറ്റ്, ഐസ്ക്രീം, പഞ്ചസാര, ഇതെല്ലാം എക്സസ് അല്ലെങ്കിൽ പോലും നമുക്ക് ചീത്തയാണ്. ഓക്കെ,
ഇത് മെറ്റബോളിക് സിസ്റ്റമിലേക്ക് വഴിവെക്കാം. ഒരുപാട് റൈസ് കഴിക്കുന്ന നല്ലതല്ല. ഇതെല്ലാം ശരിയാണ്. പക്ഷേ അതുകൊണ്ട് ഇതുണ്ടാവണമെന്ന് പറയുന്നില്ല, തെറ്റ്. ഇതുപോലെ തന്നെയാണ് നമുക്ക് ഒരുപാട് ഇതുപോലെ മിത്സ് സൊസൈറ്റിയിൽ ഉണ്ടാകുന്നത്. ആ മിത്സ് പെർപ്പച്വേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് മുതലെടുക്കുന്ന ഒരുപാട് ട്രീറ്റ്മെൻറ്റ് പ്രോഗ്രാംസാണ് ഇന്ന് ഉള്ളത് പലത്തും. ഇവിടെ ഞാനിപ്പോൾ അടുത്തിടെ കണ്ടൊരു അപ്പനും അമ്മയും ഗവൺമെൻറ് നേഴ്സസ് ഹോസ്റ്റലിലാണ് രാജിവെച്ച് ഇവിടെ വന്ന് ഫ്ലാറ്റ് വാടകയ്ക്ക് എടുത്ത് താമസിക്കുക. സ്പീച്ച് തെറാപ്പി, ലാംഗ്വേജ് തെറാപ്പി, ABA തെറാപ്പി, ബിഹേവിയർ തെറാപ്പി, ഓക്യുപ്പേഷൻ തെറാപ്പി, പിന്നെന്താ തെറാപ്പികളെല്ലാം കൂടെ 10,40,000 രൂപ മാസമാകും എറണാകുളത്ത് വീട് താമസിക്കുക. ഇപ്പോൾ കാലിൽ നീര് വന്നപ്പോൾ പീഡിയാട്രീഷ്യൻ കണ്ടപ്പോഴാണ് പറഞ്ഞത് പ്രോട്ടീൻ മാൽന്യൂട്രീഷനാണ്. ഈ തെറാപ്പികളൊക്കെ ഉണ്ട്, അതിൻ്റെ കൂടെ ഡയറ്റും ഉണ്ട്, ഡയറ്റ് തെറാപ്പി. വേർ ആർ വി ഗോയിങ്? കാരണം നമ്മുടെ നാട്ടിലുള്ള വലിയൊരു പ്രശ്നമാണ്. സൈക്കാട്രിസ്റ്റിനെ കാണുന്നത് ഞാൻ എല്ലായിടത്തും ഇല്ല. ചില ഭാഗത്ത് നമ്മുടെ സ്റ്റേറ്റിൻ്റെ ചില ഭാഗങ്ങളിൽ സ്ഥിരമായിട്ടുള്ളതാണ്. സൈക്കാട്രിസ്റ്റ് കാണുന്നത് ഭയങ്കര പ്രശ്നമാണ്. അത് മാറണ്ടേ? സൈക്കാട്രി എന്ന് പറഞ്ഞാൽ ന്യൂറോളജി തന്നെ. ഇറ്റ് ഇസ് ആപ്ലിക്കേഷൻ ബേസിക് ന്യൂറോ സയൻസസ് ടു ഹ്യൂമൻ ബിഹേവിയർ. ദാറ്റ് ഇസ് അനദർ സൈഡ് ഓഫ് ന്യൂറോളജി. അത് മനസ്സിലാക്കാത്ത സൈക്കാട്രി പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ടാവാം, കഥ കുറച്ച് സ്പെഷ്യാലിറ്റി. അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കിയാൽ നമ്മൾ ഈ മിത്സിൻ്റെ പുറയൊന്നും പോവില്ല എന്ന് ചുരുക്കം. ഇൻ ഷോർട്ട്, ഈ മിത്സ് നമുക്ക് യോജിക്കുന്നതല്ല, അതിനുള്ള സ്റ്റഡീസ് ഇല്ല. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഡോക്ടർ, ലെവൽ 1, ലെവൽ 2, ലെവൽ 3 എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ഏറ്റവും കുറഞ്ഞ ലെവലിൽ ഓട്ടിസം തിരിച്ചറിയുന്ന ഡോക്ടർ എങ്ങനെയാണ്? ബിക്കോസ് അവിടെയാണല്ലോ എല്ലാവരും പറയുന്നത് ദാറ്റ് ആൾക്കാർ സ്ലിപ്പ് അണ്ടർ ദ റഡാർ, അല്ലെങ്കിൽ മനസ്സിലാക്കുക. ക്ലിനിക്കൽ സിന്തസിസിൻ്റെ കാര്യമൊക്കെ സാറ് പറഞ്ഞു. പക്ഷേ എന്നാലും ഒരു വളരെയധികം മിനിമൽ ഹെൽപ്പ് വേണ്ട ഒരു വ്യക്തിയുടെ ഓട്ടിസം എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? മുൻപ് കാലത്ത് തന്നെ വ്യത്യസ്തമായിട്ട് DSM വന്നപ്പോഴത്തേക്ക് DSM-5 അതാണ് ലേറ്റസ്റ്റ്. DSM എന്ന് പറഞ്ഞാൽ മാനുവലാണ്. ഈ മാനുവൽ വെച്ചിട്ട് നമുക്ക് ഡയഗ്നോസിസ് 1, 2, 3, 4 സിംറ്റംസ് എഴുതിയിട്ടുണ്ട്. ഇതൊന്നും അത്ര കണ്ട് ശരിയല്ല. കാരണം അത് ഇങ്ങനെ ഓരോ കാറ്റഗറി ആയിട്ടൊരു ബോക്സിൽ ഇടാവുന്ന രീതി അല്ല. ഞാൻ നേരത്തെ പറഞ്ഞ സ്പെക്ട്രമാണ്. ഒന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മറ്റൊരു ഉണ്ടാവും. ഒന്ന് ട്രീറ്റ് ചെയ്യുമ്പോൾ അത് ശരിയായ മറ്റൊന്നും കൂടെ ശരിയാവാം. അപ്പോൾ ഇതെല്ലാം നമ്മൾ മിക്സ് ചെയ്ത് കാണുമ്പോൾ വേണം ആ ഒരു കാഴ്ചപ്പാടിൽ നമ്മൾ ഇത് കാണാനായിട്ട്. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ ഈ നമ്മുടെ ഈ ചോദ്യത്തിനകത്ത് വലിയ പ്രസക്തിയില്ല. അതിൽ പ്രസക്തി വരുന്ന എപ്പോഴാണ് ഈ രണ്ട് ന്യൂറോ ഡെവലപ്മെൻറ്റ് ഡിസോർഡേഴ്സ് ഒന്നിച്ചു വന്നു കഴിഞ്ഞാൽ നമുക്ക് വിഷമം വരും. കാരണം ഓട്ടിസം ഉള്ള കുട്ടിക്ക് മെൻ്റൽ റിട്ടാർഡേഷൻ എന്ന് പറയുന്ന നേരത്തെ പറഞ്ഞിരുന്ന ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി അതും കൂടെ ഉണ്ടെങ്കിൽ പ്രശ്നമായി. ആ കുട്ടി ലോ ഫങ്ഷനിങ്. ദാറ്റ് ചൈൽഡ് നീഡ് സബ്സ്റ്റാൻഷ്യൽ സപ്പോർട്ട്, വെരി സബ്സ്റ്റാൻഷ്യൽ സപ്പോർട്ട്. അതാണ് നമ്മുടെ ഒരു ലെവല്. ലെവൽ 3 ആണ്. അതിനേക്കാൾ കുറഞ്ഞ ലെവലാണ് മിഡ് ലെവൽ ഫങ്ഷനിങ് ആണ്. ഏറ്റവും ക്ലീൻ ആയിട്ടുള്ള ഓട്ടിസം ഡയഗ്നോസിസ് പറഞ്ഞാൽ അതിനകത്ത് ഈ 3 കാര്യങ്ങളുള്ളൂ. കമ്മ്യൂണിക്കേഷൻ ഇല്ല, ലാംഗ്വേജ് ഇല്ല ഫോർ ആസ് എ ടൂൾ ഫോർ കമ്മ്യൂണിക്കേഷൻ, ആൻഡ് ദി റെസ്ട്രിക്റ്റഡ് റിപ്പോർട്ട് ഓഫ് ആക്ടിവിറ്റീസ് ആൻഡ് ഇൻട്രസ്റ്റ്, ഇൻക്ലൂഡിങ് ദി സെൻസറി ഡിഫിക്കൽട്ടീസ്. സോ വെൻ യു പുട്ട് ഓൾ ദോസ് തിങ്സ് ടുഗദർ, അത് മാത്രമേ ഉള്ളെങ്കിൽ ദോസ് ചിൽഡ്രൻ ദേ ആർ excellent responders, they are high functioning and therefore they respond very well to management. Mid functioning ആണെങ്കിൽ അത്രയും ആവില്ല. ലോ ഫങ്ഷനിങ് ആകുമ്പോൾ നമുക്ക് വി ഹാവ് എ ഹ്യൂജ് ഡിഫിക്കൽറ്റി. നമ്മൾ ലെവൽ 11, ലെവൽ 2 പറയുന്നതിനകത്ത് വലിയ അർത്ഥമില്ല. ബിക്കോസ് സംടൈംസ് യു ഫൈൻഡ് ദറ്റ് ദി സോ കോൾഡ് ലെവൽ 2 or those who need very substantial support, they move into substantial support after training, after the therapies, and after definitely the support that medications can also give them. But it's very important that we look at early intervention, early diagnosis, proper diagnosis, not using the paper pencil tools, but clinical synthesis. And then finally, put all these together and create what is called a multidisciplinary approach, and then hope for the best. ഒറ്റ കാര്യം ഞാൻ പേരൻസിന് പറഞ്ഞു വിടാറുണ്ട്. I believe in God. I tell them that sometimes this is all a destiny which the destiny imposes on us. എത്രയോ അമ്മമാരെ കാണും, നീ വന്നേന്ന് പറഞ്ഞിട്ട് വിളിച്ച് നിന്നെ ഏൽപ്പിച്ചു, ഇത് കൊച്ചിനെ നോക്കിക്കൊണ്ട് ടു ദ ബെസ്റ്റ് ഓഫ് എബിലിറ്റി ആൻഡ് ഫങ്ഷൻ. അതേ ചെയ്യേണ്ട കാര്യമുള്ളൂ. ഇവിടെ പലരും എന്താ അറിയോ, നമ്മൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുമ്പോൾ ചൈൽഡ് സ്റ്റാർട്ട്സ് ഇമ്പ്രൂവിങ്. അപ്പോൾ അതുപോലെ ആയില്ലല്ലോ. ഇന്നലെ ഞാനൊരു ലേഡടുത്ത് വഴക്കൂടിയുള്ളൂ. കാരണം അടുത്ത ഫ്ലാറ്റിൽ ഹർ സിസ്റ്റർ സ്റ്റേസ്. അവിടുത്തെ പെങ്കൊച്ച് ഈ കൊച്ചിനേക്കാളും 4 വയസ്സിന് ഇളയതാണ്. ആൻഡ് ദാറ്റ് ഗേൾ ഡസ് better things better than her child who has autism but has improved. അപ്പോൾ ഇമ്പ്രൂവ് ചെയ്ത പ്രശ്നമായി. അപ്പോൾ വാട്ട് ആർ ദി ലുക്കിംഗ് അറ്റ്? ദേ ആർ ലുക്കിംഗ് അറ്റ് നേരത്തെ പറഞ്ഞ ന്യൂറോ എന്താണ് ഡൈവേർജൻസ് മാറ്റി ന്യൂറോ ടിപ്പിക്കൽ ആവാനെങ്കിൽ നോക്കിയിരിക്കുക. അതാവോ?
because these are lifelong conditions. We have to accept how things are and then move on. Give them And give them the best give them the best. Yeah, yeah. അതിനൊരു പാഷൻ ഉണ്ടാവണം. ആ പാഷൻ ഇഫ് യു ഹാവ് ദെൻ യു നോ ദാറ്റ് യു ഹാവ് given them the best of what God has given you. Yeah. Thank you so much, sir. The years of contribution in this field, the years of experience, accumulated knowledge and wisdom. I've not even touched the drop of the ocean. I know there is so much more that you can share, true. but thanks for giving us the time. And this is completely a awareness-driven conversation. ഇതിൽ എത്ര ആൾക്കാർക്ക് അത് കാണാൻ പറ്റുമോ, എത്ര ആൾക്കാർക്ക് അതിൽ നിന്ന് ബെനിഫിറ്റ് ചെയ്യാൻ പറ്റുമോ, അത്രയും നല്ലത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ മുഴുവൻ ഇരുന്ന് കാണുക, നിങ്ങൾ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. And thank you so much for supporting us in this endeavor, sir. The pleasure was mine. Pleasure was certainly mine. Thank you. Thank you very much. This is a social contribution that you are making. There is no doubt about that. Because nothing else other than social media can remove the stigma that is associated with these neurodevelopment disorders. It's a pity, actually. Thank you very much. Thank you, sir.